ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഇവിടെ ആമോസിന്റെ പ്രവചനത്തിൽ നിന്ന് ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ ഒരു ചെറിയ ഭാഗം, അത് വാക്യം മുഴുവൻ ഇങ്ങനെയാണ്: അതുകൊണ്ട് ഇസ്രായേലെ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലെ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇത് ഏതർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പൊതുവെ പറയുന്ന ഒരു ടോണിലല്ല. നമ്മൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും, ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ പറയുമ്പോഴും അതിൻ്റെ ഒരു ടോണുണ്ട്. അത് നമ്മൾ സാധാരണ പറയാറുണ്ട്. ടോണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരേ കാര്യം തന്നെ നമ്മൾ പല എംഫസിസ് ഏതിനകത്താണ് കൊടുക്കുന്നതെന്ന് വെച്ച് നോക്കിയാൽ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് നേരെ വിപരീതമായ അർത്ഥമായിരിക്കും പലപ്പോഴും അതിന് ഉണ്ടാകുന്നത്. ഇപ്പം അങ്ങോട്ട് ചെല്ല്, നിനക്കായിട്ടത് വെച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ആഹ്വാനം കൊടുക്കുന്നില്ല. നീ അങ്ങോട്ട് ചെല്ല്, ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് അത് ലഭിക്കാൻ പോകുകയാണ്. എന്നാൽ അതേ വാക്ക് തന്നെ അങ്ങോട്ട് ചെല്ല്, ഇപ്പം കിട്ടും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? നീ ചെന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. പറഞ്ഞ വാക്കുകൾ ഒന്നാണെങ്കിലും അതിൻ്റെ ടോണിൻ്റെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇതുപോലെ ദൈവം ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ടോൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. കാരണം മിക്കപ്പോഴും ഈ വാക്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതിനെക്കുറിച്ചോ, അതല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ഒരുങ്ങാത്ത പാപികളായ ചില ആളുകളോട് നീ ദൈവത്തെ എതിരേൽക്കേണ്ടി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ്. ആ അർത്ഥം ഇതിനുണ്ട്. അങ്ങനെ ഒരു അർത്ഥം കൊടുക്കുന്നതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ കർത്താവ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി പറയരുതെന്ന് അർത്ഥമൊന്നുമില്ല. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് ഇനി ആരും പറയാതിരിക്കുമൊന്നും വേണ്ട. അത് പറയുന്നത് അർത്ഥപൂർണ്ണമാണ്, ആ വാക്യത്തിനും അർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറെ കൂടെ ശക്തീകരണം ഇതിനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് രക്ഷയ്ക്കായിട്ടുള്ള ഒരു ആഹ്വാനമല്ല ഇവിടെ പറയുന്നത്. കാര്യം രക്ഷയ്ക്കായുള്ള ആഹ്വാനം ഒത്തിരി കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇനി ഇവൻ നന്നാകത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ശിക്ഷാവിധിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെ കർത്താവ് ഈ വാക്യത്തെ ഉപയോഗിക്കുന്നത്. അതായത് രക്ഷയ്ക്കായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി കൊടുത്തിട്ട് അതിനെ നിഷേധിക്കുകയും നിരസിക്കുകയും ചെയ്ത ഒരു ജനതയോടുള്ള ഒരു ഫൈനൽ അവസാനത്തെ ഒരു വാക്ക് എന്ന നിലയിലാണ്. അതുകൊണ്ട് ഇസ്രായേലെ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലെ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ ഒരുങ്ങി പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ അതായത് ദൈവം ന്യായവിധിക്കായി എഴുന്നള്ളി വരുമ്പോൾ നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ എതിർക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ദൈവത്തെ നീ ഒന്ന് നേരിടും. നിന്റെ ഈ വലിയ നീ ഇത്രയും നേരം ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, എനിക്ക് അതിനുള്ള കഴിവുണ്ട് ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയും, നിന്റെ സ്വയത്തിൽ നീ ഒത്തിരി ആശ്രയിച്ചല്ലോ. എന്നാൽ ദൈവം നിന്റെ എല്ലാ പാപങ്ങൾക്കും ന്യായവിധിയായി വരുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ കഴിയുമെന്ന്? കഴിയുമെങ്കിൽ നിൽക്ക്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പ്രിപ്പയർ ടു മീറ്റ് ദൈ ഗാഡ്. ദൈവം ഇതാ ബലശാലിയായി ന്യായാധിപനായി ന്യായം വിധിക്കുവാനായിട്ട് വരുന്നു. തൻ്റെ ഇടമുണ്ടോ നിൽക്കാൻ എന്ന ചോദ്യമാണ് ഇവിടെ. അതായത് ഈ ചോദ്യത്തിൽ ഈ രക്ഷയ്ക്കായി കൊടുത്ത സാഹചര്യങ്ങളെ ഒഴിവാക്കിയ ആളുകളോട് ഉള്ള ഒരു ദൂതെന്ന നിലയിലാണ്. അതുകൊണ്ട് ഈ വാക്യം ഇന്ന് പ്രസക്തി കുറയല്ല, ഒരുപക്ഷെ പ്രസക്തി കൂടിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇന്നിപ്പോൾ പലപ്പോഴും പല പ്രാവശ്യം രക്ഷയുടെ ദൂത് കേട്ടിട്ടും അതിനെ നിരാകരിച്ച ജനങ്ങളോട് ഇനി വരാൻ പോകുന്ന ന്യായവിധിയിൽ നിനക്ക് നിൽക്കാൻ തൻ്റെ ഇടമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇന്നത്തേത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടവുമായിട്ട് യോജിച്ച ഒരു വാക്ക് തന്നെയാണിത്. അതായത് സോഫ്റ്റായിട്ട് ഒത്തിരി സംസാരം കഴിഞ്ഞു, ദൈവം ഇടപെടുവാനുള്ള ഒത്തിരി ഇടപെടലുകൾ കഴിഞ്ഞു. എന്നിട്ട് അതിനെ ഒന്നും കണക്കാക്കാതെ, അതുപോലെ എന്താണ്, ഒരു രീതിയിലും ദൈവത്തിൻ്റെ ആ മാനസാന്തരപ്പെടുവാനുള്ള ദൂതിനെ മനസ്സിലാക്കാതെയും അതിനെ നിരാകരിച്ചു കഴിയുന്ന ഒരു ജനതയോട് അവസാനമായിട്ട് കർത്താവ് പറയുകയാണ്, ഇനി നിന്നെ എനിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല, ഞാൻ ന്യായവിധിയുമായി വരുന്നു. നീ ഇത്രയും നേരം നിന്ന് നിന്റെ ശക്തിയൊക്കെ ഞാനൊന്ന് കാണട്ടെ,
നിന്റെ വാക്കുകളും ഗർവും അഹങ്കാരവും ഒക്കെ ഞാനൊന്ന് കാണട്ടെ. എൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കാൻ നിനക്ക് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാലയളവിൽ അത് വളരെ പ്രസക്തമായ ഒരു വാക്കാണ് എന്ന് പറയാനുള്ള കാരണം. അത് നമ്മൾ പറയുമ്പോൾ, അതായത് ഇത് ഒരു ഫസ്റ്റ് സന്ദേശം എന്നുള്ള നിലയിലല്ല, ഒരു ഫൈനൽ സന്ദേശം എന്ന നിലയിലാണ്. ഒരു വ്യക്തിയോട് ആദ്യമായി കാണുമ്പോൾ പറയുന്ന ഒരു സന്ദേശം എന്ന നിലയിലല്ല, ഒരു വ്യക്തിയോട് പല പ്രാവശ്യം സംസാരിച്ച് ഒടുവിൽ ദൈവം തന്നെ അവനോട് പറയാണ്. നമുക്കൊരു പക്ഷേ ആത്യന്തികമായിട്ട് എന്നാ കാണട്ര എന്നൊക്കെ പോയി പറയാനുള്ള എന്തോ ഒഡ്യൂസേ അതിൻ്റെ കേർട്ടസി നമ്മൾ പറയുമല്ലോ, ഒരു പക്ഷെ അത് ശരിയായിരിക്കില്ല. പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായ വാക്കുകൾ വളരെ യാഥാർത്ഥ്യമായിരിക്കും. പക്ഷേ സത്യം സ്നേഹത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ? സ്നേഹത്തിലെ സംസാരിക്കാൻ പറ്റുള്ളൂ. എം കൃഷ്ണൻ നായർ പണ്ട് എഴുതിയ ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തോട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കവലയിൽ ഒരു ഉപദേശി പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗം എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടി അദ്ദേഹം അടുത്തോട്ട് ചെല്ലുകയും ഉപദേശി കൈ ചൂണ്ടി പറയണം, എടാ പാപി. കൃഷ്ണൻ നായർ പറഞ്ഞു, അത് കേട്ടത് ഞാൻ എൻ്റെ ജീവനം കൊണ്ട് ഓടിയെന്നാണ്. അപ്പം ഞാൻ ഓർത്തു, ശരിയായിരിക്കാം, ആ ഉപദേശി അല്പം പരിജ്ഞാനക്കുറവോടുകൂടെ പറഞ്ഞെങ്കിലും അദ്ദേഹം സത്യമല്ലേ പറഞ്ഞല്ല, പിന്നെന്താ പറയുന്നത്? പറയേണ്ട യാഥാർത്ഥ്യം അതല്ലേ. അത് കൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് അല്ല, ആരെക്കുറിച്ചാണെങ്കിലും ആ വാക്കാണ് പറയേണ്ടത്. എന്നാൽ പറയുന്ന കാര്യം സത്യമാണ്. അത് നമുക്കൊരു സോഫ്റ്റായിട്ട് പറയാൻ കഴിയുള്ളായിരിക്കാം. പക്ഷെ ദൈവത്തിന് അങ്ങനെ സോഫ്റ്റ് ആകേണ്ട കാര്യം ഇല്ല. കാര്യം ദൈവം ഒത്തിരി പ്രാവശ്യം വളരെ സോഫ്റ്റായിട്ട് ഇടപെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഈ സന്ദേശം ഈ അന്ത്യ കാലയളവിലെ ദൈവത്തിൻ്റെ ദൂതായി തന്നെ നാം തിരിച്ചറിയണം എന്നുള്ളതാണ് ഞാൻ ആദ്യമേ ഓർപ്പിക്കുന്നതായ കാര്യം. പിന്നെ ഇത് ദൈവത്തെ നിഷേധിച്ച് നടക്കുന്ന ലോകക്കാർക്ക് വേണ്ടിയുള്ള, നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്, എല്ലാം ലോകക്കാർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് എന്നുള്ള നിലയിലാണ്. ഇത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് സാജൻ ബ്രദർ ഇന്ന് പറഞ്ഞ ആ കാര്യം എനിക്ക് ഒത്തിരി പ്രസക്തിയുള്ളതായി തോന്നുന്നത്. നമ്മൾ കേൾക്കുന്ന ദൈവവചനം മറ്റുള്ളവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ അത് നമ്മളെ സ്പർശിച്ചിരിക്കണം. ഞാനൊരു വാക്ക് പ്രസംഗിക്കുകയാണെങ്കിൽ, ഞാൻ പ്രഘോഷിക്കുകയാണെങ്കിൽ, അത് എന്നെ സ്പർശിക്കാത്തതാണെങ്കിൽ എനിക്ക് മറ്റൊരാളോട് പറയാനുള്ള അവകാശം അത് വാസ്തവത്തിലില്ല. കാര്യം ദൈവവചനം അത് എന്നെ ആദ്യം സ്പർശിക്കണം. എന്നെ സ്പർശിച്ച വാക്കുകൾ മാത്രമേ എനിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ഒരിക്കലും എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി വേദോസം വായിക്കത്തില്ല, ഞാൻ വേദോസം വായിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. അപ്പോൾ ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പിന്നെ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരെ ചിലപ്പം പഠിപ്പിച്ചു നിൽക്കും. പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരിക്കലും വേദോസം, അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും വേദോസം വായിക്കുന്നില്ല. ഞാൻ വായിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണ്. എന്നോട് കർത്താവ് സംസാരിക്കാൻ വേണ്ടിയാണ്, എനിക്ക് രൂപാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്, എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയാണ്. എൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് എൻ്റെ ആദ്യത്തെ വിഷയം. ഞാൻ രൂപാന്തരപ്പെടുമ്പോൾ ഈ രൂപാന്തരത്തിലേക്ക് എൻ്റെ സഹോദരങ്ങളെ കൂടെ നയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ലോകക്കാർക്ക് എന്ന് പറഞ്ഞ് അവഗണിക്കുവാൻ മാത്രമല്ല, ഈ വാക്ക് ശരിക്കും ലോകക്കാർക്കുള്ളതും അതേപോലെ തന്നെ ലോകത്തെ വേളി കഴിച്ച സഭയ്ക്കുമുള്ളതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ലോകക്കാരെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റേത് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന എത്ര കാര്യങ്ങൾ അതിനേക്കാൾ മോശമായിട്ട് സഭയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദൂത് ലോകത്തോട് മാത്രമായിട്ട് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോസ്തലന്മാർ ചിലപ്പോൾ ലോകത്തോടായിരിക്കും സംസാരിച്ചിരുന്നത്. ഇപ്പം ലോകത്തോട് അവരെന്ത് പ്രസംഗിച്ചോ അതിന്ന് സഭയോട് പ്രസംഗിക്കേണ്ട അവസ്ഥയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, ലോകത്തോട് എന്ത് നേരത്തെ നമ്മൾ പറഞ്ഞോ ഇന്നിപ്പോൾ നമ്മൾ സഭയോട് പറയേണ്ട ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. കാര്യം ലോകത്തിൽ സഭ കയറിയിരിക്കുകയാണ്. എൻ്റെ ഒരു അങ്കിള് ചെറിയ ഒരു നോട്ട് എനിക്കൊരിക്കലും പോസ്റ്റ് ചെയ്തതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. Satan is not persecuting the church in these days, rather he is joining the church. സാത്താൻ ഈ കാലയളവിൽ സഭയെ പീഡിപ്പിക്കുകയല്ല, പകരം എന്ത് ചെയ്യാൻ നോക്കുകയാണ്? സഭയിൽ അങ്ങ് ചേരാൻ നോക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് പല സഭകളിലും ഇവനും കൂടെ ഇപ്പം അംഗമായിട്ടുണ്ടെന്ന്. കാര്യം കാണുന്നതല്ല അതൊക്കെയാ. അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് സഭയിൽ നടക്കുന്നത്, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അതിൻ്റെ മുഖമുദ്രയായി തന്നെ പറയുന്നത്. അത് പരസ്യമായി പറയാൻ മടിയില്ലാത്ത, ഒരിക്കൽ പിശാചിൻ്റേത് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സഭയിൽ കടന്നുകൂടിയും തന്നെയല്ല,
ആ സഭകൾ ഇന്നിപ്പോൾ എന്തോ ചെയ്യുന്നു, ആ കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാനും കൂടെ തുടങ്ങിയിരിക്കുകയാണ്. അതാണ് സങ്കടം, ഇല്ലേ? ഞാൻ ഈ കാലഘട്ടത്തെക്കുറിച്ച് അതിൻ്റെ ആ ഡിഫറൻസ് പറഞ്ഞപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ കാലയളവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഒരുമാതിരിപ്പെട്ട ഏത് അധാർമികതയും അക്സെപ്റ്റഡ്. അത് ഈ സഭയുടെ മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാം ഒരു പ്രശ്നമാണ്. പണ്ട് കാലത്ത് നമ്മൾ വെറുപ്പോടെ നോക്കിയിരുന്ന കാര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ വെറുപ്പില്ലെന്ന് തന്നെയല്ല, നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പണ്ടൊരു രാഷ്ട്രീയക്കാരൻ കള്ളത്തരം കാണിച്ചായിരുന്നെങ്കിൽ, നമ്മൾ രാഷ്ട്രീയക്കാരെ മാത്രം അങ്ങ് പറയുകയല്ല, ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയക്കാരൻ കള്ളത്തരം കാണിച്ചായിരുന്നെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? കള്ളൻ, കണ്ടില്ലേ? ഇന്നിപ്പോൾ പറയുന്നത് അങ്ങനല്ല, അവൻ ബുദ്ധിമാനാണ്, അവനങ്ങനെ പൊട്ടം കളിക്കാനൊന്നും നിന്ന് തരത്തില്ല. നമ്മൾ ഒരിക്കലും കള്ളൻ എന്ന് പറയുന്നില്ല. നേരത്തെ കള്ളൻ എന്ന് വിളിച്ച് ആരെയും നമ്മളിപ്പം കള്ളൻ എന്ന് പറയുന്നില്ല. കാര്യം കള്ളത്തരം അങ്ങ് അക്സെപ്റ്റഡ് ആയി. നമ്മൾ പറയുന്നത് കുഴപ്പമില്ലെന്നാ. പണ്ട് നമ്മൾ എത്ര ശൗര്യത്തോടുകൂടെ എതിർത്തോ അതെല്ലാം ഇന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയോ അതിനൊരു മാന്യത കൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. പണ്ട് സ്വജനപക്ഷപാതം എന്ന് പറയുമായിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. എന്തോന്ന് സ്വജനപക്ഷപാതം? അവൻ ബുദ്ധിയുള്ളവനാണെന്നാണ് പറയുന്നത്, ഇല്ലേ? ഇതൊക്കെ ബുദ്ധിയുള്ളതും ലോകത്തിൽ ഉന്നതമായതും ശ്രേഷ്ഠമായതും ആയിട്ട് ലോകം ശ്രേഷ്ഠമെന്ന് കരുതുന്നതിനെ സഭയും ശ്രേഷ്ഠമെന്ന് കരുതുന്നതായ ഒരു സാഹചര്യത്തിലാണ് കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ പ്രസക്തി കൂടുന്നത്. എന്താണ്? മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ കണ്ണുകളിൽ അബോമിനേഷനാണ്, അറപ്പാകുന്നതാണ്. വാട്ട് ഈസ് ഗ്രേറ്റ് ഇൻ ദി ഐസ് ഓഫ് മാൻ ഈസ് ആൻ അബോമിനേഷൻ ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. മനുഷ്യൻ്റെ മുമ്പിൽ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ അബോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെറുപ്പ് തോന്നുന്ന, അറപ്പ് തോന്നുന്ന, അയോഗ്യമായ അല്ലെങ്കിൽ അശുദ്ധമായ ഒരു അശുദ്ധിയാണ്. ഇതിനെ പക്ഷേ നമ്മൾ അശുദ്ധി എന്ന് കണക്കാക്കുന്നില്ല. കാര്യം ലോകം വലുതെന്ന് പറയുന്നതിനെ വലുതെന്ന് വിളിക്കാൻ നമ്മളും പരിശീലിച്ചു പോകുന്നു. അത് ഈ കാലയളവിലെ ഒരു വലിയ പാളിച്ചയാണ്. അതുകൊണ്ട് വ്യക്തിപരമായി പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ലോകം വലുതെന്ന് പറയുന്നതിനെ നമ്മൾ വലുതെന്ന് പറയരുത്. നമുക്കുള്ളത് വേറൊരു വാല്യൂ സിസ്റ്റമാണ് നമുക്കുള്ളത്. നമ്മുടെ പൗരത്വമോ എവിടെ? സ്വർഗത്തിലാകുന്നു. അതുകൊണ്ട് നമ്മൾ സ്വർഗീയമായതിനെ ഉന്നതമായും ലൗകികമായതിനെ മോശമായിട്ടും കാണാൻ പഠിക്കണം. ഭൂമിയിലുള്ളതിനെ മോശമായിട്ട് കാണാൻ, ലൗകികമായതിനെ ഒരു ഒരു കുറഞ്ഞ കാര്യമായിട്ട് കാണാൻ, നമ്മുടെ വാല്യൂ സിസ്റ്റം തകർക്കാനായിട്ട് പിശാചിനെ നമ്മൾ അനുവദിക്കരുത്. ലോകം ഒരു മിസ്അണ്ടർസ്റ്റുഡ് ഫ്രണ്ടൊന്നുമല്ല. നമ്മളിന്ന് പറയുന്നത്, പണ്ടൊക്കെ ലോകം ഭയങ്കര നമ്മളോട് ഒത്തിരി എതിർപ്പൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ആള് ഭയങ്കര പാവമാണ് കേട്ടോ. ലോകം നമ്മളോടൊക്കെ ഭയങ്കര കൂട്ടുകെട്ടിലാണ്. നമ്മൾ പണ്ട് ലോകത്തെ തെറ്റിദ്ധരിച്ചു പോയി. ഇത്രയും നമ്മൾ ചിന്തിച്ചതുകൊണ്ട് വലിയ കുഴപ്പമാണെന്ന്. ഇപ്പം അത്രയും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ പറയുന്നെങ്കിൽ അതൊരു വഞ്ചനയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു ഡിസെപ്ഷനാണ്, അതൊരു വഞ്ചനയാണ്. ലോകം തീർച്ചയായും എന്താണ് അതുകൊണ്ടാണ് യാക്കോബ് കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഇത് രണ്ടും രണ്ട് തട്ടിലാണ്. അതുകൊണ്ട് ലൗകികമായതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, ലോകത്തിലുള്ളതിനെ വിലയുള്ളതായി കണക്കാക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏത് സിദ്ധാന്തത്തെയും ദൈവശാസ്ത്രത്തെയും നമ്മൾ എന്ത് വില കൊടുത്തും എതിർത്തേ പറ്റുകയുള്ളൂ. ഇതിനെക്കുറിച്ച് പിന്നീട് ഞാൻ ചില ഭാഗങ്ങളിൽ വരുന്നുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞത്, ഈ സന്ദേശം നമുക്കുള്ളതാണ് എന്ന് നമ്മൾ ഏറ്റെടുക്കണം. ഇറ്റ് ഈസ് ഫോർ അസ്, നമുക്ക് വേണ്ടിയുള്ളതാണ്. വേദപുസ്തകത്തിലെ ഏത് സന്ദേശം പറയുമ്പോഴും അത് നമ്മളോടുള്ള ദൂതാണ് എന്ന് നമ്മൾ പറയണം. നമ്മളെ എല്ലാം മറ്റുള്ളവർക്ക് എന്നുള്ള ഒരു രീതി നമ്മൾ ഇരിക്കരുത്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇന്ന് എന്ത് പ്രസംഗിച്ചാലും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ചിന്തയാണ്. ഏതെങ്കിലും സഭയിൽ മാനസാന്തരപ്പെടുക എന്നൊരു ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും, ഇവിടെ കവലെ പോയി പ്രസംഗിക്കേണ്ടതിനാ ഇയാൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്, ഇല്ലേ? നോർമലി ഇതെന്തോ കവലെ പോയി പ്രസംഗിക്കേണ്ട കാര്യമാണ്. അത് എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇനി അതല്ല, വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും, നമ്മളെല്ലാം വിശുദ്ധിയും വേർപാടുള്ളവരല്ലേ, ഇയാൾ അതിൻ്റെ കൾട്ട് ഗ്രൂപ്പിലാണെന്നാണ് തോന്നുന്നത്. കാര്യം അതുകൊണ്ട് അയാൾ എപ്പോഴും എന്താ പറയുന്നത്? വിശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ഇനി അതല്ല, കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായൊരു അനുഭവം പറയാം. ഞാൻ ഒരിക്കൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു മലയാളി ചർച്ചാണ്. ആ ചർച്ചിൽ അവിടുത്തെ ശുശ്രൂഷകൻ അവിടെ ഇല്ലായിരുന്ന സമയത്ത് ഞാൻ ആ ചർച്ച് അന്ന് ലീഡ് ചെയ്ത് ഞാനാണ്. അപ്പം ഞാനന്ന് പ്രസംഗിച്ചത് ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻറ്റ്, എങ്ങനെ യേശുക്രിസ്തുവിനോട് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം, ജീവിതത്തിൽ എത്രത്തോളം സമർപ്പണം ആവശ്യമാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അന്ന് 1 മണിക്കൂർ ഞാനവിടെ പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചർച്ചിലെ ഒരു
എൽഡർ ആണ് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചത്. അദ്ദേഹം പ്രാർത്ഥിച്ചത്, കർത്താവേ, സുവിശേഷ വേലക്കാർക്ക് വേണ്ടി നിന്റെ ദാസൻ കൊടുത്ത സന്ദേശത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നതാണ്. അതായത് ഈ സമർപ്പണമൊക്കെ ഞങ്ങൾക്കുള്ളതല്ല, പിന്നാർക്കുള്ളതാണ്. അതൊക്കെ മിഷനറിമാർക്കും, ഇന്നിപ്പോൾ സുവിശേഷ വേലക്കാർക്കും വേണ്ടി എന്ന് പറയാൻ പറ്റിയല്ല, മിഷനറിമാർക്ക് വേണ്ടി എന്നൊക്കെ വേണേൽ പറയാം. കാര്യം സമർപ്പണമൊക്കെ ആർക്ക് മതി? മിഷനറിമാർക്ക് വേണ്ടി മതി. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതും വേണ്ടെന്ന് അവർ പറയുമായിരിക്കും, എനിക്കറിയില്ല. വന്ന് ഇപ്പോൾ എന്താണ്, ഒരു സന്ദേശവും നമുക്ക് വേണ്ടിയുള്ളതെന്ന് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഇല്ല. ഇപ്പം മാനസാന്തരത്തെക്കുറിച്ച് സഭയിൽ പ്രസംഗിച്ച ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട്, ഈ മാനസാന്തരത്തിൻ്റെ സന്ദേശം എന്തുകൊണ്ടാണ് സഭകളിൽ ആളുകൾ പ്രസംഗിക്കാത്തതെന്ന്. അതുകൊണ്ട് എന്താ പറ്റുന്നറിയാമോ? സഭയിൽ വളരുന്ന കുഞ്ഞുങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ മാനസാന്തരപ്പെടുന്നില്ല. അവർക്കൊരു രൂപാന്തരം ഉണ്ടാകുന്നില്ല. കാര്യം അവരങ്ങനൊരു സന്ദേശം പലപ്പോഴും കേൾക്കുന്നില്ല. അതുകൊണ്ട് മാനസാന്തരപ്പെടാത്തവരായി, അനുതാപമില്ലാത്തവരായി, വീണ്ടും ജനിക്കാത്തവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്. ഞാനൊരിക്കലും ഒരു യൂത്ത് ക്യാമ്പിന് ഇതേപോലെ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അവരുടെ ഗസ്റ്റ് സ്പീക്കറായിട്ട് പോയതാണ്. അതുകൊണ്ട് പല സെഷൻസ് ഉണ്ട്. ഞാൻ തുടങ്ങിയത് തന്നെ യു നീഡ് ടു ബി ബോൺ അഗെയിൻ, നമ്മൾ വീണ്ടും ജനിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആണ് ഞാൻ സംസാരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ആ യൂത്ത് ക്യാമ്പിൻ്റെ ലീഡർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗൾഫിൽ വെച്ച് നടന്നൊരു സംഭവമാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദർ എന്തിനാ ഈ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത്? എന്നാൽ ഞാൻ പറഞ്ഞു, ബിക്കോസ് ദേ ആർ നോട്ട് ബോൺ അഗെയിൻ. ഞാൻ എടുത്തടിച്ചോളൂ പറഞ്ഞു, ബിക്കോസ് ദേ ആർ നോട്ട് ബോൺ അഗെയിൻ. അവർ വീണ്ടും ജനിച്ചവരല്ലാത്തതുകൊണ്ട്. പുള്ളിക്ക് അത് ഭയങ്കര ഷോക്കായിപ്പോയി. 400 പിള്ളേരുള്ളൊരു ക്യാമ്പാണ്. പുള്ളി ഉടനെ പറഞ്ഞു, ബ്രദർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർ വീണ്ടും ജനിക്കേണ്ടെന്നുണ്ടോ? ഏതാണെങ്കിലും നിക്കോദിമോസിനേക്കാളും നല്ല കുഞ്ഞുങ്ങളൊന്നും ആയിരിക്കത്തില്ല. പിന്നെ ഈ നല്ല കുഞ്ഞുങ്ങളെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു ധാരണയാണ്. ഇതുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണോ എന്ന് അറിയണമെങ്കിൽ അവരെവിടെയൊക്കെ പോകുന്നോ അവിടെ പോകണം, അന്നേരം അറിയാം നല്ല കുഞ്ഞുങ്ങളാണോ ഇല്ലയോ എന്നുള്ളത്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വലിയൊരു മാളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനോട് ഞാനിത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അപ്പനെ അമ്മയെങ്കിൽ വിളിച്ചോണ്ട് പോവാ, പിള്ളേർ ഇവിടെ വന്ന് എന്തൊക്കെ കാണിക്കുന്നുള്ളൂ, ഞാൻ കാണിച്ചു കൊടുക്കാൻ വന്നു നല്ല കുഞ്ഞുങ്ങൾ. ഇനി നമ്മുടെ ഒരു ചിന്ത, ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ അങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നാട്ടിലെ കള്ളത്തരമൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് നാട്ടിലെ കള്ളത്തരമുള്ള അറിയാൻ വയ്യാത്തത്, ഈ നാട്ടുകാരുടെ കള്ളത്തരം നന്നായിട്ട് അറിയാം. കാര്യം അവൻ ജീവിക്കുന്നിടത്തെ കള്ളത്തരമല്ല അവന് പഠിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ തന്നെ ബ്രദറെ അത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് സംസാരിക്കണ്ടേ, കുറച്ച് ജോക്കൊക്കെ കലർത്തി. എന്നാൽ ഞാൻ പറഞ്ഞു, ദർ ആർ സം മെസ്സേജസ് ദാറ്റ് യു കനോട്ട് പ്ലേ മ്യൂസിക് വിത്ത്. ചില സന്ദേശത്തിന് പാട്ട് പാടി സന്ദേശം അറിയിക്കാൻ കഴിയില്ല. ഒരുതിനെ പാമ്പ് കടിക്കാൻ ഓടുകയാണെങ്കിൽ ഉടനെ പോയി ഗിറ്റാർ എടുത്തോണ്ട് പാമ്പ് വരുന്നുണ്ടേ എന്ന് പറഞ്ഞ് പാട്ട് പാടാനൊന്നും പറ്റില്ല. ഒറ്റ അലർജി ആയിരിക്കും, ദേ പാമ്പ് എന്നായിരിക്കും പറയുന്നത്. അതിനുണ്ടെ പാട്ട് പാടാൻ പറ്റുമോ? അതുപോലെ അർജന്റായിട്ടുള്ള ഒരു സന്ദേശമാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. കാര്യം ഇല്ലെങ്കിൽ ഇവൻ എങ്ങോട്ട് പോകുകയാണ്? അവൻ നരകത്തിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം. അത് കുറച്ചുകൂടെ ജോക്ക് കലർത്തി പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദർ, നിങ്ങളുടെ കൊച്ചു പഠിക്കുന്ന കെമിസ്ട്രി ക്ലാസ്സിൽ കെമിസ്ട്രിയുടെ ലെക്ചറർ എത്ര ജോക്ക് കലർത്തിയാണ് കെമിസ്ട്രി പഠിപ്പിക്കുന്നത്? അത് ബ്രദറെ ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കാൻ നമുക്കിപ്പം പറയാൻ പറ്റുമോ? അതവർക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ? അപ്പം ഞാൻ ചോദിച്ചു, അത് അത്യാവശ്യമുള്ള കാര്യമാണ്, വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് അത്ര അത്യാവശ്യമുള്ള കാര്യം അല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പം എൻ്റെ സംശയം ഇങ്ങേർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കാര്യം വീണ്ടും ജനിച്ച ഒരാളാണെങ്കിൽ തീർച്ചയായും വീണ്ടും ജനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പുറകിലോട്ടുള്ള തലമുറകൾ തൊട്ട് അവർക്കുണ്ടായിട്ടുള്ള ക്രൈസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ വീണ്ടും വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. യേശു കർത്താവുമായി പഴയ തലമുറയ്ക്കുള്ള ബന്ധം എന്താണ്? ഒരിക്കൽ ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തുടരുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സന്ദേശങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻക്ലൂഡിങ് മാനസാന്തരത്തിൻ്റെ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഭയ്ക്ക് കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള വാക്ക് പരസ്യയോഗത്തിൽ വിളിച്ചു പറയാനുള്ള ഒരു വാക്ക് മാത്രമായി നമ്മൾ ചുരുക്കരുത്. പരസ്യയോഗത്തിന് തീർച്ചയായിട്ടും പറയണം. കാര്യം ലോകത്തിന് വേറെ ഒരു സന്ദേശം നമുക്ക് കൊടുക്കാനില്ല. ദൈവത്തെ എതിരേൽക്കാൻ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ. ഞാനതിൻ്റെ പശ്ചാത്തല പഠനം വെച്ചുള്ള ഒരു ടോണൊന്നും അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിനുള്ള അത്യന്താപേക്ഷിതമായ സന്ദേശമാണ്
അവർക്ക് ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. ആർക്കും, ഏത് വ്യക്തികൾക്കും. അത്രയും ആലോചിച്ചാൽ മതി. എതിരേൽക്കുക എന്നുള്ള വാക്കിന് നമ്മൾ വളരെ കൃത്യമായിട്ട് ഇത്രയും അങ്ങോട്ട് ആലോചിച്ചാൽ മതി. എന്ത്? ദൈവവുമായിട്ടുള്ള ഒരു സംസർഗം, അല്ലെങ്കിൽ ഒരു സമ്പർക്കം, അതല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടൽ, ഒരു എൻകൗണ്ടർ നമുക്ക് അനിവാര്യമാണ്. അത് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന മാനസാന്തരത്തിൻ്റെ കാര്യം പറയുമ്പോഴും, മാനസാന്തരത്തിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം ഞാൻ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, യേശു കർത്താവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം എന്തായിരുന്നു? അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്താണ് നമ്മുടെ മഹാദൗത്യം എന്താണ്, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ആകെ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, അവരെ സ്നാനപ്പെടുത്തിനോ വിനോദാൻ. ആ ഒരു ഭാഗമാണ് നമ്മളെപ്പോഴും പറയുന്നത്. അതായത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കൽപ്പന, അന്ത്യകൽപ്പന എന്ന നിലയിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായും യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ഉയരത്തിലേക്ക് കയറിപ്പോകുമ്പോൾ നമ്മളെ ഭരമേൽപ്പിച്ചതായ ഏറ്റവും വലിയ ദൗത്യം എന്തു തന്നെയാണ്? സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അതിന് യാതൊരു സംശയമില്ല. അത് കർത്താവ്, നമ്മളിപ്പോൾ ഏതെങ്കിലും, ഞാനിപ്പം വേറൊരു നാട്ടിലേക്ക്, ഞാൻ പലപ്പോഴും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മിഷനിലാണെങ്കിലും മിഷനിലുള്ള ആളുകളോട് ഇന്ന കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരെ പ്രസക്തിയുണ്ട്. കാര്യം ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ കാര്യം ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവർക്കൊരു പാളിച്ച ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഒന്നുകിൽ ഇമെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ടെലിഫോൺ ചെയ്തിട്ട് വീണ്ടും ഒരു സന്ദേശം കൂടെ കൊടുക്കുന്നു. അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ പ്രസക്തമാണ്, ഇല്ലേ? കാര്യം മറ്റേതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞേച്ച് പോയ ആ പ്രോജക്റ്റ്, അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ഇവരെ ഇൻസ്ട്രക്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ടെലിഫോൺ ചെയ്ത് പറയുകയോ ഇമെയിൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് അവർ കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ എടുത്താലേ പറ്റുള്ളൂ. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യേശു കർത്താവ് അസെൻഷന് മുമ്പ് അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിന് മുമ്പ് കൊടുത്ത സന്ദേശം കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവ് ഒരു സന്ദേശം നൽകി. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ സഭയ്ക്ക് കാണുന്ന സന്ദേശം. വാസ്തവത്തിൽ അതാണ് യേശു കർത്താവ് നമുക്ക് നൽകിയ എന്താണ് ഏറ്റവും ഒടുവിലത്തെ മെസ്സേജ് ആയിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? 7 സഭകൾക്കുള്ള ദൂത്. അതിനകത്ത് 5 സഭകളോടും സ്പെസിഫിക് ആയിട്ട് കർത്താവ് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. റിപ്പന്റ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, മാനസാന്തരപ്പെടുക എന്നുള്ള സന്ദേശം പുറത്തുള്ളവർക്ക് മാത്രമല്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് പ്രസംഗിച്ച കാര്യം ഇത് തന്നെയാണ്, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. പിന്തിരിയുക, നിങ്ങൾ എങ്കിലേക്ക് തിരിയുക എന്ന് കർത്താവ് അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞാണല്ലോ എല്ലാ പ്രവാചകന്മാരും ചെല്ലുന്നത്. അപ്പോൾ മാനസാന്തരത്തിൻ്റെ സന്ദേശം പഴയ നിയമത്തിൽ ഉടനീളമുണ്ട്. പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ മാനസാന്തരത്തിൻ്റെ സന്ദേശത്തോടുകൂടിയാണ്. യോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങുന്നത് മാനസാന്തരപ്പെടുവിൻ. യോഹന്നാൻ തടവിലായപ്പോൾ യേശു പ്രസംഗിച്ചു തുടങ്ങിയത് മാനസാന്തരപ്പെടുവിന്നാണ്. അതിനുശേഷം മാനസാന്തരത്തിൻ്റെ ദൂത് തന്നെ പ്രസംഗിക്കാനായിട്ട് ആ സുവിശേഷത്തിൻ്റെ ദൂതുമായിട്ട് യേശു കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ദൈവരാജ്യത്തിൻ്റെ സന്ദേശം. ദൈവരാജ്യ സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യത്തിലേക്ക് ആളുകൾ തിരിയുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം. ആ സന്ദേശവുമായി ശിഷ്യന്മാർ പോയി. അതിനുശേഷം യേശു കർത്താവ് ഈ സന്ദേശം ജനങ്ങളെ അറിയിക്കാനായിട്ട് ഏൽപ്പിച്ചു. അപ്പോസ്തലനായ പത്രോസും ബാക്കിയുള്ളവരും ഒക്കെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ചതെല്ലാം എന്താണ്? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനമേൽക്കണം. അപ്പോൾ ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി പുറത്തുള്ളവരോടുണ്ട്, എന്നാൽ അകത്തുള്ളവരോടാണ് ഏറ്റവും കൂടുതൽ സമയം മാനസാന്തരപ്പെടുവിൻ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്കും നിരന്തരമായി മാനസാന്തരം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ജനിക്കുന്നത് ഒരിക്കലേ നടക്കുകയുള്ളൂ, പലപ്പോഴായിട്ട് ജനിക്കാൻ പറ്റില്ല. വി ആർ ബോൺ അഗെയിൻ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ അവൻ്റെ വിശുദ്ധന്മാർ കൂടി വരുന്ന സഭയോടുള്ള സന്ദേശത്തിൽ പോലും കർത്താവ് എന്ത് പറഞ്ഞിട്ടുണ്ട്? മാനസാന്തരത്തിൻ്റെ സന്ദേശം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. എന്നാൽ അത് തന്നെയല്ല, ഈ മാനസാന്തരത്തിൻ്റെ സന്ദേശം പറയുമ്പോൾ മറ്റൊന്നുകൂടെ മാനസാന്തരപ്പെട്ടില്ലെങ്കിലുള്ള അനന്തരഫലത്തെക്കുറിച്ചുകൂടെ പറയണം. സുവിശേഷ പ്രസംഗം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇന്നിപ്പോൾ പലപ്പോഴും പല ദുരുപദേശാക്കന്മാരും ഇതിനകത്തെ കംപ്ലീറ്റ്നെസ്, അതിൻ്റെ ആ ആകമാനമായ കാര്യം,
സുവിശേഷ പ്രസംഗം കംപ്ലീറ്റ് ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ല. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പ്രസംഗിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. അതാണ് പ്രശ്നം. ഒരു സുവിശേഷ പ്രസംഗത്തിൽ തീർച്ചയായിട്ടും ആ സുവിശേഷ പ്രസംഗം പാപബോധം മനുഷ്യനിൽ ഉളവാക്കുന്നതായിരിക്കണം. എൻ്റെ ഇന്നത്തെ അവസ്ഥ ഞാനതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പറയുകയും എഴുതുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഈവൻ നേർവീഥി എന്ന് പറയുന്ന ഒരു മാസികയിൽ ഞാൻ എല്ലാ മാസവും ഓരോ ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഞാൻ ഗുഡ് ന്യൂസ് എന്ന് പറയുന്ന വീക്കിലി ഓരോ ആർട്ടിക്കിൾസ് എഴുതുന്നുണ്ട്, എവറി വീക്ക്. അപ്പം ഞാൻ പറഞ്ഞത്, അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നിർവീതിയിൽ ഞാൻ എഴുതിയ ഒരു ഇതിനകത്ത് ഈ പത്രോസിൻ്റെ സുവിശേഷ പ്രസംഗത്തെ വെച്ചുകൊണ്ട് ഒരു സുവിശേഷ പ്രസംഗത്തിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പാപം എന്നോടെന്ത് ചെയ്തു എന്നുള്ളത് പ്രസംഗിച്ചിരിക്കണം. ഇവിടെ സുവിശേഷ പ്രസംഗം നടത്തുന്ന ആളുകളായതുകൊണ്ട് എല്ലാവരും പ്രസംഗിക്കുന്നവരാകണം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മളുടെ പ്രസംഗത്തിൽ അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നതല്ല, അത് പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു വ്യക്തിയോടുള്ള സുവിശേഷ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു പാപിയാണെന്ന് എനിക്കൊരു പാപിയാണെന്നും നിങ്ങൾ ആരോട് പ്രസംഗിക്കുന്നു ആ വ്യക്തി ഒരു പാപിയാണെന്നുള്ള ബോധ്യം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ആ സുവിശേഷ പ്രസംഗം കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുമോ? ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അത് വലിയ പാടാണ്. നമുക്ക് പാപത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത ആളുകൾ വളരെ ഫിലോസഫിക്കലായിട്ട്, ഞാൻ ഒരിക്കലും മധ്യപ്രദേശിലെ ദമോയിൽ ഒരു സന്യാസി, വല്ലപ്പോഴും ഞങ്ങൾ അതിലെ വരും വല്ലതും കഴിക്കാനൊക്കെ. അദ്ദേഹം ഒരു സന്താണ്. അദ്ദേഹമായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇടപെട്ട കൂട്ടത്തിൽ ഞാൻ ഇതൊരു സുവിശേഷം പറയാൻ തുടങ്ങുകയാണ്. സുവിശേഷം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, മനുഷ്യരെല്ലാം പാപിയല്ലേ, നമ്മളൊക്കെ പാപികളല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ അല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ബ്രഹ്മൻ്റെ ഭാഗമാണ്, പിന്നെ എനിക്കെങ്ങനെ പാപം ചെയ്യാൻ പറ്റുന്നത്? എന്ത് ചെയ്യും? പാപത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയോട് എങ്ങനെയാണ് പാപമോചനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്? അദ്ദേഹം പറയുന്നത്, ഞാൻ ബ്രഹ്മൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊന്നും പാവമല്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ബ്രഹ്മൻ ചെയ്യുന്നതാണ്, അല്ലാതെ ഞാൻ ചെയ്യുന്നൊന്നുമല്ല. ഞാൻ ഒരുതിനെ കൊന്നാലും ബ്രഹ്മനാ കൊല്ലുന്നു എന്നൊരാളങ്ങ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തോ ചെയ്യും? ഒരാളങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായി മനുഷ്യൻ പാപിയാണ് എന്നുള്ള യാഥാർത്ഥ്യം, ആ ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അദ്ദേഹം പറഞ്ഞ ഫിലോസഫി ശരിയൊന്നുമല്ല, ഒരിക്കലും അത് ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ശരിയായിട്ടുള്ള കാര്യമല്ലെങ്കിലും ഒരാൾ കാലങ്ങളായിട്ട് അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നം എന്താണ്? അയാൾക്ക് പാപമോചനത്തെക്കുറിച്ചുള്ള ബോധ്യമോ ആവശ്യബോധം ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പാപമോചനത്തെക്കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ പാപബോധം ഉണ്ടാകാതെ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സുവിശേഷ പ്രസംഗത്തിൽ എപ്പോഴും അയാളുടെ പാപം അയാളോട്, അതായത് പാപബോധം എന്ന് പറയുമ്പോൾ ഞാനൊരു പാപിയാ, ശരി സമ്മതിച്ചു എന്ന് പറയുന്നതും കൊണ്ടും കാര്യമില്ലല്ലോ. ഈ പാപത്തിൻ്റെ കോൺസിക്വൻസും കൂടെ അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ മാനസാന്തരപ്പെടാതിരുന്നാലുള്ള കോൺസിക്വൻസ് കൂടെ പ്രസംഗിക്കണമെന്ന് പറയാൻ കാര്യം അതാണ്. ഇന്നത് വേണ്ടെന്നാണ് പുതിയ ഉപദേശം. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഒന്നാമത് മാനസാന്തരം പ്രസംഗിക്കണമെങ്കിൽ പാപത്തെക്കുറിച്ച് അവരറിഞ്ഞാലേ പറ്റുള്ളൂ. പാപിയാണെന്നൊരുത്തിന് ബോധ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാം. പാപിയാണെന്ന് ബോധ്യമില്ലെങ്കിൽ അതിനും പുറകിലോട്ട് നമ്മൾ പോയാലേ കഴിയൂ. എന്ന് തന്നെയല്ല, ഞാനൊരു പാപിയാ, അത് ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാണ്, അവരുടെ പാപം അവരോട് എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ പാപം അവനോട് എന്ത് ചെയ്യും, അതാണ് ഒരു വ്യക്തി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ മാത്രമാണ് അവൻ അനുതാപവും കരച്ചിലും ഒക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നവൻ ഒരു കൂസലുമില്ലാതെ നടക്കുന്നത്. എന്തുകൊണ്ട്? ഇവന്റെ പാപം ഇവനോട് എന്ത് ചെയ്യും എന്നുള്ള ബോധ്യം അവന് ഇല്ല. ഒരു മനുഷ്യൻ പാപിയാണെങ്കിൽ യേശു അവനെ രക്ഷിക്കുന്നില്ലെങ്കിൽ അവനുള്ള സ്വാഭാവികമായ ശിക്ഷ തന്നെ എന്താണ്? നിത്യനരകമാണ്. കൂടിയ ശിക്ഷയല്ല, നോർമൽ ആയിട്ടുള്ള ശിക്ഷ തന്നെ നിത്യനരകമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പാപം, ഒരു വ്യക്തിയുടെ പാപം അയാളോട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സ്നേഹത്തോടു കൂടെ പറയുന്നതാണ് ആദ്യത്തെ കാര്യം. 2, അയാളുടെ പാപം യേശുവിനോട് എന്ത് ചെയ്തു എന്നുള്ളതും അയാൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ പാപം അയാളോട് എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയുടെ പാപം യേശുവിനോട് എന്ത് ചെയ്തു. അതുകൊണ്ടാണ് സുവിശേഷ പ്രസംഗത്തിൽ യേശുവിൻ്റെ കാൽവറി ക്രൂശ് പ്രസംഗിക്കാതെ ഒരു പ്രസംഗമില്ല. യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ സഹിച്ചതായ പകരം മരണത്തെക്കുറിച്ച് പ്രസംഗിക്കാതെ, കർത്താവ് ഇന്ന് രാത്രിയിൽ വന്നിട്ടുണ്ട്, നിനക്ക് കാറ് വേണോ കാറ് തരാൻ, വീട് വേണോ വീട് തരാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സുവിശേഷ പ്രസംഗമൊന്നുമല്ല. സുവിശേഷ പ്രസംഗത്തിൽ എന്ത് സംഭവിച്ചിരിക്കണം? യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് അവന്
അവൻ്റെ പ്രശ്നം കൊണ്ടല്ല, യേശു എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല. എന്ത്? ഞാനാണ് അവനെ ക്രൂശിച്ചതിൻ്റെ ഉത്തരവാദി. അതാണ് പത്രോസ് പറയുന്നത്. എന്ത്? നിങ്ങൾ ക്രൂശിച്ചവനായ ഈ യേശുവിനെ തന്നെ നിങ്ങൾ. എൻ്റെ ഒരു ഫ്രണ്ട് അരുണാചൽ പ്രദേശിലൊരു മിഷണറി ഉണ്ട്. ഒരു ദിവസം അദ്ദേഹം വഴി നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു കള്ളുകൂടിയൻ വന്നിട്ട് ഒരു പിച്ചാത്തിയും കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടുത്തുകാരനാ. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇപ്പം പറയണോ, യേശുവിനെ ക്രൂശിച്ചതാരാ? ബാപ്റ്റിസ്റ്റുകാരാണോ കത്തോലിക്കലാണോ? കത്തോലിക്കലാണോ ബാപ്റ്റിസ്റ്റുകാരാണോ യേശുവിനെ ക്രൂശിച്ച്? ഇപ്പം പറയണം. പിച്ചാത്തിയും കൊണ്ട് നിൽക്കുക. ഇദ്ദേഹം ഏതാണെങ്കിലും ധൈര്യത്തോടെ പറഞ്ഞു, എടാ ബാപ്റ്റിസ്റ്റുകാരും അല്ല കത്തോലിക്കലും അല്ല, നീ ആ യേശുവിനെ കുറിച്ച് മുട്ടുകുത്തറ അവിടെ എന്ന് പറഞ്ഞു. എന്തോ ദൈവകൃപ, അവൻ മുട്ടുകുത്തി അവിടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ വാക്കിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ പ്രസംഗത്തിൽ നമ്മൾ പറയുന്നത് യേശുവിനെ ക്രൂശിച്ചത് റോമാക്കാരോ യഹൂദന്മാരോ ഒന്നും അല്ല, യേശുവിനെ ക്രൂശിച്ചത് ഞാനാണ് എന്ന് പറയുന്നതാണ് അതിലേക്കൊരു വ്യക്തി കടന്നു വരുന്നതാണ് സുവിശേഷ പ്രസംഗത്തിന്റെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സുവിശേഷ പ്രസംഗത്തിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിരിക്കണമെന്ന് ചോദിക്കുന്നത്. എൻ്റെ പാപം എന്നോട് എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ അറിയണം. അതായത് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ, ഞാൻ നിത്യനരകത്തിന് അധീനനാണ് എന്നുള്ള തിരിച്ചറിവ്. അത് തന്നെയല്ല, ഇപ്പോൾ എനിക്ക് ശിക്ഷ അനുഭവിക്കണ്ടായെങ്കിൽ ആ ശിക്ഷ എൻ്റെ പാപം യേശുവിനോട് എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ അറിയണം. മൂന്നാമത്, യേശുവിൻ്റെ ക്രൂശ് എന്നോട് എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ അറിയണം. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഒന്ന്, എൻ്റെ പാപം എന്നോട് എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ അറിയണം. എൻ്റെ പാപം യേശുവിനോട് എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ അറിയണം. മൂന്ന്, യേശുവിൻ്റെ ക്രൂശ് എന്നോട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അറിയണം. അവിടെയാണ് എനിക്ക് വിടുതലുണ്ടാകുന്നത്. വീണ്ടെടുപ്പിൻ്റെ ആ സന്ദേശം വരുന്ന അവിടെയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മാത്രമാണ് ഒരു സുവിശേഷ പ്രസംഗമാകുന്നത്. അതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കാതെ അതിനെ ഒഴിച്ചു നിർത്തി സോഫ്റ്റായിട്ട് സംസാരിച്ച്, ഇപ്പം ആളുകൾ പറയുന്നത് ബ്രദർ ന്യായവിധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരങ്ങ് പോകും. ന്യായവിധിയെക്കുറിച്ച് കേട്ടിട്ട് ആൾക്കാർ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എൻ്റെ ചിന്ത. കാരണം എങ്ങനെ നമുക്ക് കള്ളത്തരം പറഞ്ഞ ഒരാളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ ന്യായവിധിയിൽ പോകണമെന്ന് പറയുന്നില്ലല്ലോ. ന്യായവിധിയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ആരെങ്കിലും ന്യായവിധിയിൽ അകപ്പെട്ടു പോകണമെന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്താ പറയുന്നുള്ളൂ? നീ ഇതിനെ നിരാകരിക്കുന്നു എങ്കിൽ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അനുതാപം വരുത്തുന്നതായിരിക്കണം സുവിശേഷ പ്രസംഗം. പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നതായിരിക്കണം. അതേപോലെ തന്നെ ദൈവകൃപ വെളിപ്പെടുത്തുന്നതുമായിരിക്കണം. നീ പാപം ചെയ്തു, നിന്റെ ശിക്ഷ നരകമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ദൈവകൃപയെക്കുറിച്ച്, കൃപ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രസംഗം, അല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവകൃപയാണ് നമ്മുടെ പ്രസംഗം, അല്ലാതെ വേറെ ഒന്നും നമ്മൾ പ്രസംഗിക്കുന്നത്. പക്ഷെ ഈ ദൈവകൃപ അതില്ലാത്ത പ്രസംഗം ഉണ്ടാകരുത്. അതില്ലാത്ത പ്രസംഗമായിരുന്നു യോനയുടെ പ്രസംഗം. യോന എന്താ ചെയ്യുന്നത്? yet 40 days, 40 ദിവസം കഴിയുമ്പോൾ നിനവെ പട്ടണം ഉന്മൂലമാകും. പഴയ നിയമത്തിലെ ഒരു പ്രവാചകനും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്നുള്ള ചേർത്തല്ലാതെ പറഞ്ഞിട്ടില്ല. എത്ര ന്യായവിധിയുടെ ദൂത് പറയുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മനം തിരിയുന്നില്ലെങ്കിൽ എന്നൊരു വാക്കൂടെ ചേർത്ത് മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ. യോന മാത്രമാണ് ചെന്നിട്ട് മാനസാന്തരത്തിനുള്ള സാധ്യത കൊടുക്കാതെ. കാര്യം എന്നറിയാമോ? യോനായ്ക്ക് കുമാരി എങ്ങനെങ്കിലും അങ്ങ് നശിക്കണമെന്നുള്ളതല്ലാതെ ഇവൻ ഒറ്റ കൊടുത്തിന് രക്ഷപ്പെടണമെന്ന് യോനായ്ക്ക് ആഗ്രഹമില്ലായിരുന്നു. നമ്മളും കടമ തീർക്കാൻ വേണ്ടി ആരോടും സുവിശേഷം പറയാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. കടമ തീർക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരാൾ ഒരു പ്രാവശ്യം ഒരു പരസ്യത്തിന് പ്രസംഗിച്ചപ്പോഴത്തേക്ക് അവിടെ ഉള്ള ബോർഡുകളൊക്കെ ഇങ്ങനെ വായിച്ചു. ജാക്കി മെഡിക്കൽസ്, മാവേലി സ്റ്റോർ, രാജ് ടൈലേഴ്സ്, ഈ ബോർഡുകളൊക്കെ സാക്ഷ്യം പറയും ഞാനിവിടെ സുവിശേഷം പറഞ്ഞത്, ഇനി എനിക്കൊരു ഉത്തരവാദിത്വമില്ല. അത് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുമെന്നുള്ളതല്ലാതെ അത് ഒരു ക്രിസ്തീയമായ ഒരു കാഴ്ചപ്പാടല്ല. ദൈവകൃപയെക്കുറിച്ച് പ്രസംഗിക്കാതെ ഒരു സുവിശേഷ പ്രസംഗം, അല്ലെങ്കിൽ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കാതെ ഒരിക്കലും ഒരു സുവിശേഷ പ്രസംഗം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ അതേസമയം ഈ ദൈവകൃപയെ നിഷേധിക്കുന്നവർക്കുള്ള ന്യായവിധിയും വെളിപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ സുവിശേഷ പ്രസംഗം എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാലയളവിൽ ഒരു പ്രശ്നം, അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വെച്ച് ഓരോരുത്തർ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ട് അതിൻ്റെ പുറകെ പോകുന്നതാണ് പലപ്പോഴും നമുക്കുള്ള വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. എന്നാൽ
ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആകമാനമായുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. മൊത്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് അത്യാവശ്യമാണ്. ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. അത് വായിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിൻ്റെ ആ ഹോളിസ്റ്റിക് എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യായവിധിയെക്കുറിച്ചും കൂടെ പറയുമ്പോൾ അവിടെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും യേശു കർത്താവിനെ ഉയർത്തിയിരിക്കണം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. കാൽവറി ക്രൂശിൽ ഉയർത്തപ്പെട്ടവനായ യേശു കർത്താവ്. ശരിക്കും ഇവിടെ കാൽവറി ക്രൂശിനെ കുറിച്ചാണ് പറയുന്നത്. ക്രൂശിൽ യേശുവിനെ ഉയർത്തിയ കാര്യമാണ്. നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ മനുഷ്യന് രക്ഷ പ്രാപിക്കണമെങ്കിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി ആ സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിക്കുന്നത് പോലെ യേശു കർത്താവ് മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം അവനെ പാപമാക്കി തീർത്ത് കാൽവറി ക്രൂശിൽ തറച്ചുവെങ്കിൽ ആ യേശുവിനെ നോക്കുന്നവനാണ് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ഞാൻ ഒരിക്കലൂടെ ഉറപ്പിച്ച് പറയാം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കാതെ നമുക്കൊരു സുവിശേഷ പ്രസംഗം ഇല്ല. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി മരിച്ച യേശുവിനെ ഉയർത്താതെ ബാക്കിയൊന്നുമല്ല വിഷയം. ബാക്കിയുള്ളതൊക്കെ ബോണസായിട്ട് കർത്താവ് തരുന്നെങ്കിൽ തന്നോ വാങ്ങിച്ചോ. പക്ഷേ പാപങ്ങൾക്ക് പകരമായി മരിച്ച യേശു കർത്താവിനെ ഉയർത്താതെ, ജീവൻ കൊടുക്കുന്ന യേശുവിനെ ഉയർത്താതെ ഒരു പ്രസംഗം ഉണ്ടാവില്ല. ആ യേശുവിനെ മനസ്സിലാക്കിയെങ്കിലേ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സർപ്പത്തിൻ്റെ കടിയേറ്റ് കിടക്കുകയാണ് ജനം. പാപത്തിൻ്റെ ദംശനമേറ്റ്, പാപത്തിൻ്റെ വിഷമുള്ള എന്നൊക്കെ പോൾ പറയുന്നതനുസരിച്ച് സർപ്പത്തിൻ്റെ ദംശനമേറ്റ് കിടക്കുന്നതായ ഈ ജനതയ്ക്ക് എന്ത് സംഭവിച്ചാൽ അവർക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശു കർത്താവിനെ ഉയർത്തിയേ പറ്റുള്ളൂ. അങ്ങനെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശു, 13-ാമത്തെ സങ്കീർത്തനത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മനുഷ്യപുത്രൻ ഇറങ്ങി വന്ന സംഭവം പറഞ്ഞിട്ടാണ് പറയുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അടുത്തത് പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. യെസ്, അതാണ് സുവിശേഷം. അതായത് സർപ്പത്തിന്റെ കടിയേറ്റു എന്ന് പറഞ്ഞ് നീ ചാകുമെന്ന് പറയുന്നതല്ല, ഈ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കുമെന്ന് പറയുന്നതാണ് സുവിശേഷം. സുവിശേഷ പ്രസംഗം മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതല്ല, സുവിശേഷ പ്രസംഗം ജീവനെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണ്. പക്ഷേ കടിയേറ്റ് കിടക്കുകയാണെന്നുള്ളത് അറിയത്തില്ലെങ്കിൽ അവൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പിച്ചള സർപ്പത്തെ നോക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ അവന് ബോധ്യമാകണം, അവൻ്റെ അവസ്ഥ അവന് ബോധ്യമാകണം. ബോധ്യമായാൽ അതിനുള്ള പരിഹാരമായി യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നെന്നും ഉയർത്തപ്പെട്ടുവെന്നും നമ്മൾ തിരിച്ചറിയണം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അടുത്തതാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തെ, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന ദൈവകൃപയെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃപയുടെ സുവിശേഷമാണ്. ഇതാണ് കൃപയുടെ സുവിശേഷം. കൃപയുടെ സുവിശേഷം ക്രൂശിന്റെ സുവിശേഷമാണ്. കൃപയും ക്രൂശും രണ്ടാക്കാൻ പറ്റത്തില്ല. ഇവിടെ പലപ്പോഴും ആളുകൾക്കുള്ള പ്രശ്നം, കൃപ പ്രസംഗിക്കുന്നതിന് ക്രൂശില്ല, ക്രൂശ് പ്രസംഗിക്കുന്ന ചിലർക്കെങ്കിലും കൃപയുമില്ല. ഇത് രണ്ടും കൂടെ ആണ് സുവിശേഷം എന്ന് പറയുമ്പോൾ കൃപയും ക്രൂശും ഒരുമിച്ച് പോകുകയാണ്. ആ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു, അതവൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വസിക്കുന്നവന് ഈ കൃപ ലഭിക്കുന്നു. സ്നേഹവാനായ ആ ദൈവം യേശു കർത്താവിനെ നൽകിയ കാര്യത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നു, ദൈവസ്നേഹത്തെക്കുറിച്ച്. എന്നാൽ അവിടെ കൊണ്ടും കാര്യം അവസാനിക്കുന്നില്ല. താഴോട്ട് വായിക്കുമ്പോൾ, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് ആർക്കും ശിക്ഷ വിധിക്കാനല്ല, എല്ലാവരും എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അതൊരു ഫാക്റ്റാണ്. പക്ഷെ ഇവിടെ വായിച്ചു നിർത്തരുത്. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്, കൃപയുടെ കാര്യം പറയുമ്പോൾ ഇവിടം കൊണ്ടങ്ങ് നിർത്തും. പക്ഷെ താഴത്തെ വാക്യം എന്താണ്? അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. അവനിൽ വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. കണ്ടോ? അവൻ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കണോ വേണ്ടായോ? നിങ്ങൾ തന്നെ പറ. ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കണോ വേണ്ടായോ? ന്യായവിധി മാത്രമായിട്ടല്ല ആരും പ്രസംഗിക്കുന്നത്.
പ്രസംഗിക്കുന്നത് രക്ഷയാണ്. പക്ഷേ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്തവന്, കൃപ സ്വീകരിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പൊ കൃപ വന്നാലും എന്തുണ്ട്? ന്യായവിധി ഉണ്ട്. കൃപ വന്നാൽ പിന്നെ ന്യായവിധി ഇല്ലെന്ന് പറയരുത്. കൃപ ലോകത്തിലേക്ക് ഇറങ്ങി വന്നാലും ന്യായവിധി ഇല്ലാതെയാകുന്നില്ല. അതുകൊണ്ട് കൃപ സ്വീകരിക്കുന്നവന് മാത്രമേ കൃപ ലഭിക്കത്തുള്ളൂ. അതിനാണ് വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് നൽകിയിരിക്കുന്നത്. വിശ്വാസം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വാസം നമ്മളെ ഈ യേശുവുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ വിശ്വാസം എന്ന് പറയുന്നത് അതിന് സെപ്പറേറ്റ് ഐഡന്റിറ്റി ഒന്നുമില്ല. വേറെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നൊന്നുമല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം യേശു ക്രിസ്തുവുമായിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ യേശു കർത്താവുമായിട്ട് ഫ്യൂഷനിൽ ആകുകയാണ്. എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചിൽ പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ ഫ്യൂസ് കുത്തുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂഷൻ നടക്കുമ്പോൾ, അതായത് ന്യൂട്രലും ഫേസും കൂടെ ഒരുമിച്ച് യോജിക്കുമ്പോൾ ലൈറ്റ് കത്തുന്നത് പോലെ വിശ്വാസം നമ്മളെയും യേശുവിനെയും യോജിപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശുവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അപ്പോൾ ആരുടേതായിത്തീരുന്നു? നമ്മുടേതായിത്തീരുന്നു. ഈ ഫ്യൂസ് പോയാൽ പോയി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ട് യേശു കർത്താവുമായിട്ട് അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു തന്നെ. അവൻ ന്യായവിധി ഉണ്ട് പ്രിയമുള്ളവരെ. യേശു കർത്താവ് ഭൂമിയിൽ വന്നു, കാൽവരി ക്രൂശിൽ മരിച്ചു എന്നതുകൊണ്ട് സകല മനുഷ്യന്റെയും ന്യായവിധി കർത്താവ് വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അല്ലാത്തവൻ എന്തുകൊണ്ട്? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും യേശു ഭൂമിയിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ ഇരുട്ടിനെ സ്നേഹിച്ച് ജീവിക്കുന്നവന്, അതാണ് പ്രശ്നം. ഇന്നത്തെ തലമുറയുടെ പ്രശ്നം തന്നെ. അവൻ ഇരുളിനെയാണ് സ്നേഹിക്കുന്നത്. അവൻ പാപത്തെ സ്നേഹിക്കുന്നുണ്ട്. അവൻ പറയുന്നത്, ഇതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇന്നതുപോലെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ? കർത്താവ് നമുക്കൊരു വലിയ ചോയ്സ് തന്നിരിക്കുകയാണ്. ആ ചോയ്സ് ഒന്നുകിൽ ഈ ലോകവും, ആ ചോയ്സ് എപ്പോഴും വന്നാണ് ഈ ലോകവും വരാൻ പോകുന്ന ലോകവും തമ്മിലാണ് ശരിക്കും പറഞ്ഞാൽ ചോയ്സ്. അതിനകത്ത് നമുക്ക് തിരഞ്ഞെടുക്കാം നിത്യജീവൻ വേണോ, ഈ ഭൂമിയിലെ ജീവൻ വേണോ എന്നുള്ളത്. പക്ഷെ ഈ ഭൂമിയിലെ ജീവൻ മരണമാണ്. ലോകത്തിന്റെ ചിന്ത മരണമാണ്, ജഡത്തിന്റെ ചിന്ത മരണമാണ്. നമുക്ക് ജഡത്തെ അനുസരിച്ച് നടക്കാം വേണമെങ്കിൽ. ദൈവം ആരെയും അടിച്ച് ഇതിനകത്ത് ആക്കുന്നില്ല. ജഡത്തെ അനുസരിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം വരുന്നത് രക്ഷയുമായിട്ടാണ്. പക്ഷേ ന്യായവിധിയെ ഇത് സ്വീകരിക്കാത്തവർക്ക് ന്യായവിധി ഇല്ല എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് ദൈവത്തെ എതിരേൽക്കുമ്പോൾ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഒരു എതിരേൽപ്പ് ആവശ്യമാണ്. എല്ലാവർക്കും നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഞാനതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്. ഒരു എൻകൗണ്ടർ എന്ന നിലയിൽ പല തരത്തിലാണ് നമ്മൾ അവനെ എങ്ങനെ എതിരേൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മത്സരികളായി അവനെ എതിരേറ്റാൽ ഈ പറയുന്ന ടോണിൽ അവരോട് സംസാരിക്കേണ്ടി വരും. നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയെ നീ അതിനൊന്ന് എതിർത്ത് നിൽക്ക്, നിനക്ക് കഴിവുണ്ടെങ്കിൽ എന്ന് പറയേണ്ടി വരും. അതാണ് ന്യായവിധിയുമായി വരുന്നെങ്കിൽ. അല്ലെങ്കിൽ അവനുമായിട്ടുള്ള എൻകൗണ്ടർ, ദൈവത്തെ എതിരേൽക്കാൻ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അവൻ വരുന്നത് ന്യായവിധി മുന്നിൽ വെച്ചിട്ടല്ല, ന്യായവിധി പുറകിൽ വെച്ചിട്ടാണ്. കൃപ മുന്നിലും ന്യായവിധി പുറകിലുമായിട്ടാണ് അവൻ വരുന്നത്. അല്ലാതെ കൃപ സ്വീകരിക്കുന്നവന് ന്യായവിധി അവൻ എറിഞ്ഞു കളയാണ്, പിന്നെ അവന് ന്യായവിധിയില്ല. കൃപ സ്വീകരിച്ചില്ലെങ്കിൽ ന്യായവിധി ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഞാൻ പറയുന്നതല്ല, അത് വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ന്യായവിധിയെ ഒഴിവാക്കുകയോ ചെറുതാക്കുകയോ ബിലിറ്റിൽ ചെയ്യുന്ന, ചെറുതാക്കി പറയുന്ന ഒരു പ്രസംഗം അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി, പ്രസംഗം മാത്രമല്ല, ഇന്നതിനുള്ളൊരു വലിയൊരു ടെൻഡൻസി ഉണ്ട്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ന്യായവിധിയെക്കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതുകൊണ്ടെന്താ, ആളുകൾക്ക് യാതൊരു രീതിയിലും ഇതിനെക്കുറിച്ചുള്ളൊരു ബോധ്യമില്ല. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിനെ എതിരേൽക്കാൻ ആരും പേടിക്കേണ്ട കാര്യമില്ല. പേടിക്കേണ്ടവൻ പേടിച്ചാൽ മതി. ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിൽ പേടിക്കേണ്ടവർ പേടിച്ചാൽ മതി. കാര്യം എൻകൗണ്ടർ പല രീതിയിലാണ്. ദൈവവുമായിട്ട് ഉള്ള മനുഷ്യന്റെ എൻകൗണ്ടർ ആദ്യം ഉണ്ടായത് ഏദൻ തോട്ടത്തിലാണ്. അത് പേടിയോടെ ആയിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം.
അല്ലേ? എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം, അല്ലെങ്കിൽ ആദ്യം തന്നെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ഗോഡ് ക്രിയേറ്റഡ് മാൻ. അത് ആദാം എണീറ്റ് തന്നെ പേടിച്ചുകൊണ്ടാണ് എണീറ്റ്? ആണോ? ദൈവം പേടിപ്പിച്ചുകൊണ്ടാണ്? സൂക്ഷിച്ചോണോ ഇല്ലേ അടിച്ചു പൊട്ടിക്കുക അങ്ങനെ പറഞ്ഞൊന്നും അല്ലല്ലോ. ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് ലവ്. അത് ഭയങ്കര സ്നേഹത്തിൻ്റെ ഒരു ഇതാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ള കാര്യമുണ്ട്. 6-ാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. 6 ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസമാണ് ദൈവത്തിൻ്റെ വിശ്രമ ദിവസം. ആ ദൈവത്തിൻ്റെ വിശ്രമ ദിവസം നിങ്ങൾ ആരും ചിന്തിക്കരുത് ദൈവം കിടന്നുറങ്ങുകയായിരുന്നൊന്നും ചിന്തിക്കരുത്. ദൈവം കിടന്നുറങ്ങുമെന്നല്ലായിരുന്നു. വിശ്രമിച്ചെന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥവും അതല്ല. അതൊരു വലിയ അർത്ഥപൂർണമായ ഒരു വാക്കാണ് അവിടെ പറയുന്നത്. ദൈവം ഒരിക്കലും പറഞ്ഞില്ല, ഗബ്രിയേൽ, മിഖായേൽ, ഞാൻ കഴിഞ്ഞ 6 ദിവസമായിട്ട് നല്ല അധ്വാനമായിരുന്നു, ആകെപ്പാടെ ഭയങ്കര ടയർഡായി പോയി, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് പോയി കിടക്കുന്നല്ലായിരുന്നു. അങ്ങനെ കിടക്കുകയായിരുന്നെങ്കിൽ ഈ മനുഷ്യനെന്തോ ഇതിനെ 7-ാം ദിവസം അവൻ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നേനല്ലോ. എന്താ സംഭവിച്ചത്? 7-ാമത്തെ ദിവസം ദൈവം മനുഷ്യന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. 7th day, 7-ാമത്തെ ദിവസം ദൈവം എന്ത് ചെയ്യായിരുന്നു? മനുഷ്യന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കർത്താവ് ഇറങ്ങി വന്നു. 7-ാമത്തെ ദിവസം രാവിലെ തന്നെ വന്നു. എന്നിട്ട് പറഞ്ഞ്, ആദം എന്തുകൊണ്ട്, എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു, നോക്ക്, ബാ ഞാനെല്ലാം കാണിച്ചു തരാം, ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ കേട്ടോ എന്ന് പറഞ്ഞ് പക്ഷികളെയും ആറിനെയും കാടിനെയും തീരങ്ങളെയും മൃഗങ്ങളെയും എല്ലാം അവന് കാണിച്ചു കൊടുത്ത്, ഒരു അപ്പൻ മകൻ്റെ കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെ അവൻ്റെ കൈ പിടിച്ച് ആഘോഷമായിട്ട് നടന്നു. ശരിക്കും സാബത്ത് എന്ന് പറയുന്നത് സെലിബ്രേഷനാണ്, ആഘോഷമാണ്. ആ സെലിബ്രേഷൻ അത് യഹൂദന്മാർക്ക് പറ്റിയൊരു പ്രശ്നമാണ്. യഹൂദന്മാർക്ക് പലപ്പോഴും പല കാര്യങ്ങളും ആക്ഷരികമായി മാത്രമേ എടുത്തിട്ടുള്ളൂ. അവർ ചിന്തിച്ചത് ശബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുന്നതാണെന്നാണ്. അതാണ് അവർക്ക് പറ്റിയൊരു പാളിച്ച. 7-ാം ദിവസം അനങ്ങരുത്, ജോലി ചെയ്യരുത്, മിണ്ടരുത്, അല്ലേ? എന്നല്ല, 7-ാമത്തെ ദിവസം ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യരുതെന്നാണ്. അതായത് ദൈവത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യരുത്. 7-ാമത്തെ ദിവസം ശബത്ത് എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവായ കർത്താവും ഒരുമിച്ചുള്ള ഒരു ആഘോഷമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ എൻകൗണ്ടർ ഒരിക്കലും ഭീതിയുടേതായിരുന്നില്ല, ആണോ? ഒരിക്കലുമല്ല. അപ്പൊ അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള നമ്മുടെ എൻകൗണ്ടർ, ആദമിനെ ദൈവം സൃഷ്ടിച്ചു, നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിച്ചെങ്കിൽ ആദമും ദൈവവും ഒരുമിച്ച് കൈപിടിച്ച് നടന്നതുപോലെ നമുക്കിപ്പോൾ ദൈവത്തിന്റെ കൈപിടിച്ച് നടക്കാം. പാപം ചെയ്തപ്പോൾ ദൈവം കൈവിട്ടു, അല്ലെങ്കിൽ മനുഷ്യൻ കൈവിട്ടേ ചോടിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൈവിട്ട് കളഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ കറക്റ്റ് മനുഷ്യൻ ദൈവത്തിന്റെ കൈ വിട്ടേച്ച് മനുഷ്യനാ ഓടിപ്പോയത്, അല്ലാതെ ദൈവം ഓടിപ്പോവുകയല്ല. അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നെന്ന് പറയുമ്പോൾ ആലോചിക്കണം ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ കൃപ എത്ര മഹത്തരമാണെന്ന്. പാപം ചെയ്യുന്ന മനുഷ്യനോട് പോലും ദൈവത്തിന്റെ കരുണ തീരാതെ പുറകെ ചെല്ലുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം ഓടിച്ചു വിട്ടതല്ല, മനുഷ്യൻ ഓടിപ്പോയതാണ്. കാര്യം തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ, അധികാരം നഷ്ടപ്പെട്ട മനുഷ്യൻ, പാപത്തിൽ വീണുപോയ മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിവില്ലാതെ അവൻ ഓടി ഒളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ദൈവം ഓടിച്ചു വിട്ടു എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ കൃത്യമായ കാര്യം അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ an encounter with God, ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും ഭീതിയുടെ ഭാഗമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് ആഘോഷത്തിൻ്റെതാക്കണം, ആണ്, അത് ആഘോഷത്തിൻ്റെതാണ്, അതാക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകണം. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുന്നത് ന്യായവിധിയുടെ സന്ദേശം മാത്രമല്ല, ഒരു സെലിബ്രേഷന്റെ സന്ദേശം കൂടെയാണ്. ഒരാഘോഷം. വീണ്ടും ജനിച്ച ഒരു വ്യക്തി, അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കാൻ പിതാവിൻ്റെ കൈ പിടിച്ച് ഒരുമിച്ച് നടക്കുന്ന ഒരു ആഘോഷം. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ടോണൽ ഡിഫറൻസ് ഞാൻ എടുത്തു കളയാണ്. എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ട് ചരിത്രത്തിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ ചില ഗ്ലിംസ്, ചില കാര്യങ്ങൾ മാത്രം, ചിലരുടെ അനുഭവങ്ങൾ മാത്രം നോക്കിയാൽ ഓരോ തരത്തിലുള്ള ആളുകളോട് കർത്താവ് എങ്ങനെ ഇടപെടുന്നു എന്ന് മനസ്സിലാക്കാൻ ആദമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടു. താൻ സൃഷ്ടിച്ച മനുഷ്യനോട് കൂടെ ചേർന്ന് നടക്കുന്നവനായ ഒരു ദൈവം. അതാണ് എൻകൗണ്ടറിൻ്റെ ഏറ്റവും ഒരു പരിധി വരെ ഒരു മോഡൽ ആയിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് മാനുഷിക ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലുത്. എന്നാൽ മനുഷ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും ദൈവവും മനുഷ്യനും നമ്മൾ എൻകൗണ്ടർ ഉണ്ടാകുന്നുണ്ട്. ആ എൻകൗണ്ടർ മനുഷ്യൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ തെറ്റിപ്പോയ മനുഷ്യൻ ദൈവവുമായിട്ടുണ്ടായിരുന്ന എൻകൗണ്ടർ, ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഏറ്റവും ചെറിയ ആദ്യത്തെ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോയ മനുഷ്യൻ എങ്ങനെയാണ് ദൈവവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടാകുന്നത്. ആദമിൻ്റെ കാര്യം തന്നെ എടുക്കുക.
ആദമിൻ്റെ കാര്യം. ആദമാണല്ലോ തെറ്റിപ്പോയ ആദ്യത്തെ ആൾ. ആദമിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവൻ തെറ്റ് ചെയ്തപ്പോൾ ഒറ്റയടിക്ക് ഇനി മേലാൽ നീയുമായിട്ട് ഒരു ഓഫ് കോഴ്സ് അവൻ്റെ കൂട്ടായ്മ ബന്ധം സംസർഗം നഷ്ടപ്പെട്ടിട്ടും ദൈവം അവനോട് സംഭാഷിക്കാൻ തയ്യാറായെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ദൈവവും ആദവും തമ്മിലുള്ള സംസർഗം, കമ്മ്യൂണിയൻ നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും അവൻ ഇറങ്ങി വന്ന് സംവദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യമാണ്. പാപം ചെയ്ത മനുഷ്യനെ പോലും ദൈവം എന്ത് ചെയ്യുന്നില്ല, ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് അവനോട് സംസാരിക്കുകയാണ്. മനുഷ്യനാണ് ഓടിപ്പോയത്. കർത്താവ് വന്നിട്ട് ചോദിക്കുന്നു, ആദമേ നീ എവിടെ എന്നുള്ള ചോദ്യം. ഞാൻ എൻ്റെ പല മെസ്സേജസിലും അതിനകത്ത് തേടി വരുന്ന ദൈവം എന്ന് പറഞ്ഞ എൻ്റെ ഒരു അതിനകത്ത് ഞാൻ ഈ കാര്യത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഏലി വിസൽ എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് വിന്നർ പറഞ്ഞ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഏലി വിസൽ എന്ന് പറയുന്ന ഒരു ജ്യൂ ആണ്. ജർമ്മൻ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ജർമ്മനി ജീവിച്ചിരുന്നതാണ്. അയാളുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചതാണ്. നോബൽ പ്രൈസ് വിന്നറാണ് അദ്ദേഹം. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു യഹൂദ റബ്ബിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. ആ റബ്ബിയോട് ഒരു നാസി പോലീസുകാരൻ കളിയാക്കി പറഞ്ഞു, ആ റബ്ബി, എൻ്റെ അപ്പനും അമ്മയൊക്കെ ക്രിസ്ത്യാനിയായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ബൈബിളൊക്കെ വായിച്ച ചെറുപ്പത്തിൽ. അങ്ങനെ വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് 1-2 പേജ് വായിച്ചപ്പോൾ അവിടെ ഒരു ചോദ്യം, ദൈവം ഇറങ്ങി വന്നിട്ട് ആദാമിനോട് ചോദിക്കുന്നു, ആദാമേ നീ എവിടെ? നിങ്ങളൊക്കെ പറയുന്നത് ദൈവം സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണെന്നല്ലേ. സർവ്വജ്ഞാനിയായ ദൈവത്തിന് അറിയത്തില്ലായിരുന്നു ആദാം എവിടെയാണെന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അന്നേരം ഞാൻ വേദോസം വായിക്കുന്ന അങ്ങ് നിർത്തിയെന്ന്. അതുകൊണ്ട് ഞാൻ വേദോസം വായിക്കുന്ന അങ്ങ് നിർത്തി. അപ്പോൾ ഈ റബായി അദ്ദേഹം ഈ മനുഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നീ സീരിയസ് ആണെങ്കിൽ, ഇഫ് യു ആർ സീരിയസ്, ഞാനതിൻ്റെ യഥാർത്ഥ അർത്ഥം നിനക്ക് പറഞ്ഞു തരാം. ആദമേ നീ എവിടെയെന്ന് ചോദിക്കുന്നത് പിള്ളേർ സാറ്റ് കളിച്ചേച്ച് എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് പോലുള്ളൊരു ചോദ്യമല്ല. അവിടെ വേർ ആർ യു എന്ന് പറയുന്ന വേർ എന്ന വാക്കിന് ഭയങ്കര ഡീപ്പ് മീനിങ് ഉണ്ട്. വൈ, ഹൗ, വാട്ട്, വേർ, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു വാക്കാണത്. അതായത് ദൈവം വന്ന് ആദമിനോട് ചോദിക്കുന്നത്, ആദമേ നീ എന്താ ഈ കാണിച്ചത്? നമ്മളിപ്പം കുഞ്ഞുങ്ങൾ വല്ലതും ആരെയെങ്കിലും തല്ലിക്കൊന്നിച്ച് വന്നിട്ട് നമ്മുടെ അടുത്ത് വരിക, പോലീസ് പുറകെ വരികയാണെങ്കിൽ നമ്മൾ പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്താ മോനെ ഈ കാണിച്ചത്? ഇതിനാണോ ഞാൻ നിന്നെ വളർത്തിയത്? കരഞ്ഞോണ്ടുള്ള ഒരു ചോദ്യമുണ്ടല്ലോ, ഞാൻ നിന്നെ എവിടെയാണ് ആക്കിയത്, ഇപ്പോൾ നീ എവിടെയാണ്? അതാണ് കറക്റ്റായിട്ടുള്ള ചോദ്യം. നീ എവിടെയാണെന്ന് ചോദിക്കുന്നത്, നീ ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ഒളിച്ചിരിക്കുന്നതെന്നല്ല, നീ എവിടെ ആയിപ്പോയി? ഞാൻ നിന്നെ ആക്കിയ സ്ഥാനത്താണോ നീ ഇപ്പോൾ? എന്താ മോനെ നീ കാണിച്ചത്? ഒരു കരച്ചിലാണ്, ഒരു വിലാപമാണ്. ദൈവത്തിൻ്റെ മനസ്സിലെ ദൈവം ആദ്യമായിട്ട് ദുഃഖിക്കുന്ന അന്നാണെന്നാണ് എൻ്റെ ചിന്ത. ദൈവം ആദ്യമായിട്ട് ദുഃഖിക്കുന്നത് ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ അവൻ്റെ വഴി തിരഞ്ഞെടുത്തതായ ഒരു സന്ദർഭത്തിനാണ്. അതാണ് കൃത്യമായ ചോദ്യം. അപ്പം ഞാനിവിടെ പറഞ്ഞത്, ആ എൻകൗണ്ടർ പോലും കൃപയാണ്. അല്ലെങ്കിൽ ആ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്ര റിബല്യസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിൽ വേദനയോടെ വന്ന് നിന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, നീ എന്താ മോനെ ഈ കാണിച്ചതെന്ന് ചോദിക്കുന്നത് കൃപയല്ലാതെ പിന്നെ എന്താ പ്രിയമുള്ളവരെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം നമ്മളുമായിട്ട് നടത്തുന്ന എൻകൗണ്ടറിൽ അവൻ നമ്മൾക്ക് ശിക്ഷാവിധിയുമായിട്ടല്ല ആദ്യം വരുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ പോലും ഒരു പരിധി വരെ അവന് പറയാമായിരുന്നു, കർത്താവേ ഞാൻ തെറ്റിപ്പോയി എന്നവന് പറയാമായിരുന്നു. പക്ഷേ ഈ നികൃഷ്ട മനുഷ്യൻ പറഞ്ഞതെന്നറിയാമോ? ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, ഇതെൻ്റെ കുഴപ്പമൊന്നുമല്ല. കർത്താവ് ചോദിച്ചു, ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ പറിച്ച് തിന്നോ? നീ എന്താ ഈ കാണിച്ചത്? അത് എൻ്റെ കുഴപ്പമല്ല. നോക്ക് എത്ര ധാർഷ്ട്യത്തോടുകൂടെയാണ് മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവും മനുഷ്യനുമായിട്ടുള്ള എൻകൗണ്ടറിൽ മനുഷ്യനെ കൊല്ലാനായിട്ട് നോക്കി നടക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. പാപം ചെയ്ത ഒരു മനുഷ്യനെ പോലും അവൻ്റെ പുറകെ നടന്ന് വീണ്ടെടുക്കുന്നതായ ഒരു ദൈവകൃപ. ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ദൈവം പറയുന്നത്. സ്റ്റിൽ ഐ ലവ് യു. അല്ലെങ്കിൽ പിന്നെ അതിന് പുറകെ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനുശേഷമുള്ള ഓരോ സന്ദർഭങ്ങളിലും ദൈവം മനുഷ്യനോടുള്ള അവൻ്റെ സ്നേഹത്തെ തൻ്റെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ പറയുന്നതെല്ലാം പറയുന്നത്, നീ തിരിഞ്ഞു നോക്ക്, ഷൂബ്, നീ തിരിഞ്ഞു വാ, കം ബാക്ക്, എന്നെ നോക്ക്. കാര്യം ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്ന മനുഷ്യനോട് ദൈവം എപ്പോഴും പുറകെ നടന്നിട്ട് പറയാം, മോനെ ഇങ്ങോട്ട് നോക്കാൻ. ഏദൻ തോട്ടത്തിൽ ആദ്യം ദൈവവും മനുഷ്യനും മുഖാമുഖം ഇരുന്ന സന്ദർഭത്തിൽ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തോട് മുഖാമുഖം നിൽക്കുന്നതിന് പകരം പിന്തിരിഞ്ഞ്
ഓടിപ്പോയി. പിന്തിരിഞ്ഞ് ഓടുന്ന മനുഷ്യനോട് എന്നും ദൈവം പുറകെ നടന്ന് വിളിക്കുന്നുണ്ട്, നീ വാ, എന്നെ നോക്ക്. അതാണ് പ്രവാചകന്മാർ ചെയ്തത്. അവരെല്ലാം പറഞ്ഞിട്ട് കേൾക്കാതെ ഏറ്റവും ഒടുവിൽ, ഞാൻ കൈരളി പീപ്പിളാണെന്ന് തോന്നി, ഞാനൊരു ടോക്ക് ഷോയ്ക്കകത്ത്, ഒരു റിലീജിയസ് ടോക്ക് ഷോയ്ക്കകത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ കാണുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാഴ്ച പാപം ചെയ്ത അന്ന് വൈകുന്നേരം ദൈവം ഇറങ്ങി വന്നു എന്ന് തന്നെയല്ല, എന്നിട്ടും ഓടിപ്പോകുന്ന മനുഷ്യനെ പ്രവാചകന്മാരെ വിട്ട് വീണ്ടും തിരികെ വരുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. എന്നിട്ടും പിന്നെയും ഓടിപ്പോകുന്ന മനുഷ്യനെ ദൈവം തനിയെ ഓടി ബൈപ്പാസ് ചെയ്ത് കയറി തിരിഞ്ഞു നിന്ന് അവനോട്, മാൻ, ഐ സ്റ്റിൽ ലവ് യു, സൺ, ഐ നീഡ് യു. അതാണ് നമ്മൾ കാൽവറി ക്രൂസിൽ കാണുന്നത്. ഓടിപ്പോകുന്ന മനുഷ്യനെ ബൈപ്പാസ് ചെയ്ത് കയറി നിന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയാ, കുഞ്ഞേ, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതാണ് ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവായിട്ട് യോഹന്നാനും റോമൻ ചാപ്റ്റർ 5 പൗലോസും എല്ലാം പറയുന്ന കാര്യം ഇതാണ്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഹി മാനിഫെസ്റ്റഡ് ഹിസ് ലവ്. അതിനു മുമ്പ് കർത്താവ് സ്നേഹിച്ചില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? മാനിഫെസ്റ്റ് ചെയ്തു. അതായത് എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കർത്താവ് അത് മാനിഫെസ്റ്റ് ചെയ്തെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റിപ്പോയ മനുഷ്യനെ പോലും തിരികെ കൊണ്ടുവരുവാൻ ദൈവം പരിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കയ്യിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. കയ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവ് എത്ര സോഫ്റ്റായിട്ടാണ് അവനോട് ഇടപെടുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? അവൻ തെറ്റായ യാഗം കഴിച്ചപ്പോഴും കർത്താവ് അവനോട് ചോദിക്കുക, നീ എന്തിനാ കുഞ്ഞേ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്ത് കാര്യം കൊണ്ടാ? നീ നന്മ ചെയ്യുന്നതിന് എനിക്ക് പ്രസാദം ഉണ്ടാകില്ലേ? എന്നിട്ട് പറയാണ്, പിന്നെ സൂക്ഷിക്കണം കേട്ടോ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം. നോക്ക്, എത്ര കൃത്യതയോടുകൂടെ, അങ്ങനെ എത്ര സ്നേഹത്തോടുകൂടെ ചെന്ന് പറയുകയാണ്. ദൈവം അവിടെ വേറൊരാളെ പറഞ്ഞുകൊടുക്കൊന്നുമല്ല, അവൻ തന്നെ വന്നിട്ട് വാൺ ചെയ്യാണ്. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. ദൈവത്തിൻ്റെ ആ എൻകൗണ്ടർ, പാപം ചെയ്ത മനുഷ്യനോടുള്ള എൻകൗണ്ടറാണ് ഞാൻ പറഞ്ഞത്. പാപം ചെയ്ത മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, അവനെ മടക്കി വരുത്താനായിട്ട് പരിശ്രമിക്കുന്നു. എന്നാൽ അനുസരിക്കുന്നവരോട് ദൈവം ഇടപെടുന്നത് മറ്റൊരു രീതിയിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നോഹ. ഉൽപ്പത്തി ദിവസം 6-ാം അധ്യായത്തിൽ നമ്മൾ നോഹയുടെ ചരിത്രം കാണുന്നുണ്ട്. നോഹയ്ക്ക് യഹോവയുടെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ലോകത്തിൽ 2 പേരെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തോട് കൂടെ നടന്നെന്ന്. ഒന്ന് ഹാനോക്ക് ദൈവത്തോട് നടന്നു. നോഹയെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട് നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് കൂടെ നടന്നതായ നോഹയോട് അവനും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ തന്നെ ദൈവത്തിൻ്റെ കൃപയുള്ളതേ പറ്റുള്ളൂ. അപ്പം പിന്നെ മാറി നടന്നാൽ എങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവന് തന്നെ എന്തുള്ളതേ പറ്റുള്ളൂ, കൂടെ നടക്കണമെങ്കിൽ തന്നെ ദൈവകൃപയെ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കൃപയല്ലാതെ വേറെ ഒന്നും നമുക്ക് ഈ ലോകത്തിൽ ഇല്ല. സകലതും അവൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യത്തെക്കാളും വലുതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദൈവകൃപ. പക്ഷെ അതിനെ തെറ്റായിട്ട് ഉപയോഗിക്കരുത്. ദൈവകൃപ, ഞാൻ അതിനോടുള്ള എൻ്റെ പ്രതികരണം തീർച്ചയായിട്ടും എന്താണ്, വിശുദ്ധമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തോട് കൂടെ നടന്നു. നോഹ അനുസരിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാകുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ദൈവം അനുസരിക്കുന്ന ഒരാളെ അവൻ്റെ പ്രതിനിധിയാക്കുകയാണ്. നമ്മളെല്ലാം നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാ കാലയളവിലും ദൈവം അവനെ അനുസരിക്കുന്ന ഒരു വ്യക്തി, അവൻ പിന്നീട് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. വി റെപ്രസെന്റ് ഗാഡ്. ഇപ്പം നോഹ പ്രതിനിധിയായി എന്ന് പറയാൻ കാര്യം, ദൈവത്തിന് പകരം നിന്നാണ്. നമ്മുടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവൻ ലോകത്തെ ന്യായം വിധിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് പെട്ടകം പണിതുകൊണ്ട് അവൻ ലോകത്തെ ന്യായം വിധിച്ചു. ലോകത്തെ ന്യായം വിധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്നാ ന്യായം വിധിക്കാനുള്ള അവകാശം? ഈസ് ഓൺലി എ മാൻ. പക്ഷേ അവൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് അവന് പകരം ലോകത്തിന് ന്യായവിധി പ്രഘോഷിക്കുവാൻ ദൈവം എന്ത് ചെയ്തു? അവൻ അവകാശം കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മളും വാസ്തവത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ ഒരാളോട് സുവിശേഷം അറിയിക്കുമ്പോൾ അയാൾ രക്ഷിക്കപ്പെട്ടാൽ നമ്മൾ അയാളുടെ രക്ഷകനാവുകയാണ്. രക്ഷകൻ യേശു കർത്താവാണ്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായി അവനിലേക്ക് രക്ഷ നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ്. ഇനി നമ്മൾ അവനോട് സുവിശേഷം പറഞ്ഞിട്ട് അവൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവനെ ന്യായം വിധിക്കുകയാണ്. കാരണം 2 ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഭാഗത്തു നിന്നല്ല അത് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്താണ്,
മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ ശുശ്രൂഷ കർത്താവ് ഇപ്പോൾ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് പകരം നിന്നുകൊണ്ട്, ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് നിങ്ങളോട് എന്ത് ചെയ്യുന്നു? നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്, ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുതന്നെയാണ് കർത്താവ് വാസ്തവത്തിൽ പറഞ്ഞത്, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിക്കുന്നുവെങ്കിൽ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ നിർത്തുന്നുവെങ്കിൽ നിൽക്കുന്നു. അത് പാപമോചനത്തിനുള്ള അധികാരം ഓരോ മനുഷ്യർ കൊടുത്തുന്നില്ല, അതിന് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ സമാധാനത്തിൻ്റെ സുവിശേഷം നിങ്ങൾ പോയി പറഞ്ഞ് ഒരാൾ പാപമോചനം പ്രാപിച്ചാൽ അയാളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. നിങ്ങളിത് പറയാതെ അയാൾ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ അയാളുടെ പാപങ്ങൾ നിർത്തുകയാണ്. അവിടെ പാപമോചനം ഞാൻ കൊടുക്കുന്നെന്നുള്ള അർത്ഥമില്ല. അങ്ങനെ ലോകത്തിൽ ഒരു മനുഷ്യനും ദൈവം പാപമോചനത്തിനുള്ള അധികാരം കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ പോയി സുവിശേഷം അറിയിക്കുമ്പോൾ അവൻ യേശുവിനെ സ്വീകരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ അവൻ്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ തന്നെയുള്ള ഒരു അവകാശം വാസ്തവത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു അവകാശം വാസ്തവത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാപമോചനം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത്, അവനെ അനുസരിക്കാനായിട്ട് തയ്യാറാകുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന വലിയ അവകാശമാണ് അവൻ്റെ പ്രതിനിധിയാകാനുള്ള അവകാശം. അത് എന്നും ഉള്ള കാര്യമാണ്. അവനെ അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അവകാശമാണ് അവൻ്റെ പ്രതിനിധിയാകുവാനുള്ള അവകാശം. നിങ്ങൾ ഏതൊക്കെ സ്ഥാനങ്ങളിലുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്, അംബാസഡേഴ്സാണ്, സ്ഥാനാപതികളാണ്. നിങ്ങളുടെ സ്കൂളിലാകാം, കോളേജിലാകാം, ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാകാം, എവിടെയാണെങ്കിലും, വേറെവർ യു ആർ, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. പക്ഷെ പ്രതിനിധികളാണെന്ന് പറയുമ്പോൾ അത് അവകാശം മാത്രമല്ല, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. അബ്രഹാമിൻ്റെ കാര്യത്തിലാണെങ്കിലും അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. എന്നിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ അബ്രഹാമിനോട് ഞാൻ മറച്ചു വെക്കുമോ? ഞങ്ങൾ തമ്മിലൊരു ഉടമ്പടി ചെയ്തിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. ആ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദൈവം നമ്മളെ പാർട്ട്നേഴ്സായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ എൻകൗണ്ടർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എൻകൗണ്ടർ ന്യായവിധിക്ക് വേണ്ടി മാത്രമല്ല. ഒന്നാമത് പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവം സൃഷ്ടിയിൽ എന്താണ്? എൻകൗണ്ടർ ഒരു ആഘോഷമാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു ആ കണ്ടുമുട്ടൽ വലിയൊരു ആഘോഷമാണ്. പാപം ചെയ്തു കഴിഞ്ഞപ്പോഴും ദൈവം ന്യായവിധിയുമായി ഒറ്റയടിക്ക് വരികയല്ല. എന്താണ്? അവൻ്റെ സ്നേഹം നമ്മളോട് കാണിച്ച് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ്. അനുസരിക്കുന്നവനെ ദൈവം അവൻ്റെ പാർട്ട്ണറാക്കുകയാണ്. ദൈവത്തിന് സമർപ്പിക്കുന്ന വ്യക്തി, ഞാൻ ഓരോരോ ഭാഗങ്ങൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണ്. സമർപ്പിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടേക്ക് ദ കേസ് ഓഫ് യാക്കോബ്. ഞാൻ യാക്കോബിനെ കുറിച്ച് ഒക്കെ ഈ പറയുന്ന പല ഭാഗങ്ങളും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മറ്റ് പല മെസ്സേജസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എങ്കിലും അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, യാക്കോബ് ദൈവവുമായിട്ട് മല്ല് പിടിച്ചു എന്ന് നമ്മൾ സാധാരണ പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നേരെ വിപരീതമാണ്. ദൈവം യാക്കോബുമായിട്ടാണ് മല്ല് പിടിക്കുന്നത്. ഉഷസാകുവോളം, ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചെന്നാണ് പറയുന്നത്, അല്ലാതെ അവൻ മല്ല് പിടിച്ചെന്നല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അവിടെ പിന്നീട് നമ്മൾ മനസ്സിലാകുന്നുള്ളൂ, അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടു എന്നാണ്. പെനിയേൽ എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ തന്നെ അർത്ഥം അതാണ്, ദൈവത്തിൻ്റെ മുഖം എന്നുള്ള അർത്ഥത്തിനാണ്. ദൈവത്തെ അവൻ മുഖാമുഖമായി കണ്ടു. ദൈവം അവനോട് മല്ല് പിടിച്ചു. അവനോട് മല്ല് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ഒരു മലർത്തിയടിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് ഒന്നും അല്ല, അങ്ങനല്ല. യാക്കോബ് ഒരു സെൽഫ് വിൽഡ് പേഴ്സണാലിറ്റി, അതായത് അവൻ സ്വയത്തെ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്വയമാണ് അവൻ്റെ. അതായത് അവൻ ആരുടെ സഹായം വേണ്ട, ഞാൻ എന്തും ചെയ്തു കളയും എന്നുള്ള നിലയിലാണ് അവൻ എല്ലാ കാര്യങ്ങളും അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത്. അവന് മനുഷ്യനെ കളിപ്പിക്കാൻ അറിയാം, ഓടാൻ അറിയാം, അങ്ങനെ പല പല കാര്യങ്ങൾ അവന് അറിയാം. ഇവൻ്റെ സഹോദരൻ വരുമ്പോഴും അവൻ്റെ ടാക്ടിക്സ് മുഴുവൻ ഉപയോഗിക്കുകയാണ് സഹോദരനെ തോൽപ്പിക്കാനായിട്ടുള്ളത്. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നീ നിന്നെ എനിക്കൊന്ന് താ. അതാ കർത്താവ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, നീ നിന്നെ എനിക്കൊന്ന് താ, അത് വേണം, ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം, തരാം, പക്ഷെ ഇപ്പോഴില്ല, എനിക്ക് കുറച്ച് നാളുകൂടെ സുഖമായിട്ടൊക്കെ ഒന്ന് സുഖിച്ച് ജീവിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ക്ഷേമത്തോടെ മടക്കി കൊണ്ടുവരുമ്പോൾ എനിക്കൊരു 80 വയസ്സൊക്കെ ആകുമ്പം പിന്നെ ഞാൻ ദൈവമേ എന്ന് പറഞ്ഞേ ഇരിക്കത്തുള്ളൂ. അതുവരെ എനിക്ക് എൻ്റെ വഴിയിലൂടെ ജീവിക്കണമെന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവം അവനോട് ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയാണ്, ദൈവം അവനോട് ഒരു പക്ഷേ ചോദിച്ച് കാണും, വേണം നിൻ്റെ ചേട്ടൻ വന്ന് ഇല്ല, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നീ കൊടുത്ത സമ്മാനങ്ങളെ എല്ലാം അവൻ
സംഹരിച്ചിട്ട് വന്നാലോ, എന്നാലും കുഴപ്പമില്ല, ഞാനിങ്ങ് ആറിൻ്റെ അക്കരയല്ലേ, എൻ്റെ ഭാര്യയും മക്കളൊക്കെ അങ്ങേ സൈഡിലാണ്, ഞാൻ ആറിന് ഇക്കരയല്ലേ, അല്ല അവരെ കൂടെ കൊന്നേച്ച് അവൻ നീന്തി വന്നാലോ. അപ്പം പറഞ്ഞു, അപ്പം ഞാൻ പഴയ പണിയെടുക്കും. എന്തോ പണി? ഞാൻ ഓടും. പണ്ട് ഞാൻ ഓടുകല്ലായിരുന്നു, അപ്പം ഇപ്പോഴും ഞാൻ ഓടും. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവനെ ജയിക്കുകയില്ല. ഇവനെ ജയിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവൻ ഒരിക്കലും അവനെ തന്നെ എനിക്ക് ഏൽപ്പിച്ച് തരികയില്ല എന്ന് ചോദിച്ചപ്പോൾ ദൈവം ഒരു ചെറിയ കാര്യം ചെയ്തു. അവൻ യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടിട്ട് പറഞ്ഞു, ഓക്കെ ബായ്, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, നീ ഓടുമെന്നല്ലേ പറഞ്ഞു, ഓടിക്കോ. അപ്പം അവന് മനസ്സിലായി അവൻ്റെ എല്ലാ കഴിവും തീർന്നു, അവന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ സറണ്ടർ ചെയ്യുക. അവൻ സറണ്ടർ ചെയ്യുകയാണ്. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താ? അവൻ സത്യം പറഞ്ഞു, ഞാനൊരു ഉപായിയായ മനുഷ്യനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഇനി നീ ഒരിക്കലും അങ്ങനെയല്ല, നിനക്ക് ഉപായത്തിൻ്റെ ആവശ്യമൊന്നും ഇനിയില്ല. ഇനി നീ യാക്കോബല്ല, ഇനി നിനക്ക് നിന്റെ വഴിയില്ല, നിന്റെ ചിന്തകളില്ല, നിന്റെ താല്പര്യങ്ങളില്ല, നിന്റെ ടെക്നിക്കുകളില്ല, അതെല്ലാം തീർന്നു. എവരിതിങ് ഈസ് ഓവർ. ഇനി നീ ഇസ്രായേലാണ്, ദൈവത്തിൻ്റെ പ്രഭുവാണ്. ഇനി നീ എന്നെ പ്രതിനിധാനം ചെയ്യാൻ പോകുകയാണ്. ഇതാണ് വാസ്തവത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത. നമ്മൾ കർത്താവിന് നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ എതിരേൽക്കുന്നത് ഒരു എൻകൗണ്ടറിൽ, ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇസ്രായേൽ ആവുകയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രഭു, ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ്. പിറ്റേ ദിവസം അവൻ എന്ത് കൂളായിട്ടാണ് അവൻ്റെ ചേട്ടൻ്റെ അടുത്തോട്ട് ഇറങ്ങി ചെല്ലുന്നത്. ഇതുവരെ അവൻ ഓടുകയായിരുന്നെങ്കിൽ, ഇതുവരെ അവൻ എല്ലാത്തിനെയും മുന്നേ വിട്ടിട്ട് ഇവൻ പുറകെ നിൽക്കുകയായിരുന്നെങ്കിൽ, അവിടെ നമ്മൾ കൃത്യമായി എഴുതിയിരിക്കുന്നത് കാണാം, യാക്കോബ് ഇതിനെ എല്ലാം നിർത്തിയിട്ട് മുന്നിൽ ചെന്ന് ഏശാവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചെന്ന്. അവന് പേടിയില്ല. അവൻ പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ പേടിച്ചാണ് നടന്നത്, ഞാൻ എന്നിലാണ് ആശ്രയിച്ചത്, പക്ഷെ ഇപ്പം ഞാൻ യാക്കോബല്ല, ഇപ്പം എൻ്റെ വഴിയല്ല, എൻ്റെ ഉപായമല്ല, ഇതിനകത്ത് ഉപായമോ ചതിയോ വഞ്ചനയോ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കൊരു എൻകൗണ്ടർ ദൈവവുമായിട്ട് ആവശ്യമാണ്. വി നീഡ് ആൻ എൻകൗണ്ടർ.